എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഭരണഘടനയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് NCERT SCERT തുല്യത ബേസ് ചെയ്തിട്ടുള്ള 4ാമത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നല്ലൊരു ദിവസം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം LGS അല്ലെ, LGSും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് പ്രിലിംസ് അല്ലെ, LGSയുടെ മെയിൻസ് നടക്കുന്നു, അതുപോലെ ലാബും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAയുടെയും പ്രിലിംസും മെയിൻസും കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻസിന് പഠിക്കുന്ന പോലെ എന്ത് ചെയ്യണം, LGSലെ സിലബസ് പ്രിലിംസിന്റെ സിലബസ് മാറ്റിയിട്ട് ആദ്യം വെക്കുന്നു, പിന്നെ ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം മെയിൻസിനായിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മളെ എല്ലാ പോയിന്റും NCERTയിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ തീർത്തിട്ട് എന്ത് ചെയ്യുള്ളൂ, അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എല്ലാം എന്താണ് A to Z പോയിന്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ഒരു ഡിഗ്രി ലെവൽ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ലെവലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ പഠിച്ചു പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം, ഇന്നതുപോലെ ഒന്ന് മാറ്റണം എന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് എന്നും ഇപ്പൊ നിങ്ങൾ പറയാറില്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഉഷാർ എന്ന് പറയുമ്പോൾ ബാക്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കൊരു പഠിക്കാൻ ഉഷാർ കിട്ടുക അല്ലെ. അല്ലാതെ നമ്മളെ എല്ലാവരും ഡള്ളാക്കുന്ന സമയത്ത് നമ്മൾ ആകെ ഡെസ്ക് ആകും. അപ്പൊ ഒരു മോട്ടിവേഷൻ, എടാ നിങ്ങൾ പഠിക്കേ എന്ന് എന്താണ് വരുന്നത് വരുത്തി കാണാൻ, നീ പരമാവധി പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ത്രില്ലാണ്. അതുപോലെ തന്നെയാണ് നമുക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേരടിച്ചാൽ മതി, അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, തീർച്ചയായിട്ടും വന്നിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്കപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് ലിസ്റ്റുകൾ അല്ലെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, SCERT NCERT ഒക്കെ അങ്ങോട്ട് എന്ത് ചെയ്യുക, എല്ലാം അങ്ങോട്ട് തരാട്ടോ. നമുക്ക് അങ്ങോട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നും ഇത് കണ്ടിട്ട് എന്താകണം, ഈ നമ്മൾ പിന്നീട് ഒരിക്കലും ആ പേജുകൾ നോക്കുന്ന രീതിയിലാകണം, നമ്മുടെ മനസ്സിൽ ആ പിക്ചർ വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിലിംസും മെയിൻസിന്റെയും സിലബസ് ഇന്നതാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ എന്ത് വേണം, ഈ പിക്ചർ വേണം. ഓക്കെ, അതായിരിക്കണം ഒരു പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ ആദ്യം വേണ്ടത്. ഇനി നമ്മൾ ഇതിൽ ഏതൊക്കെ കഴിഞ്ഞു, ഒരു പൗരന്റെ അവകാശങ്ങൾ കഴിഞ്ഞു അല്ലെ, മൗലിക അവകാശങ്ങൾ പഠിച്ചു എല്ലാം. ഇനി അവിടെ പ്രിലിംസിന് എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് അവർക്കായിട്ട് പറയാണ്, മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിലിംസിന് പഠിക്കുന്ന പോലെയല്ല, അത് മെയിൻസിന് ഡിഗ്രി ലെവൽ എന്താണ്, നമുക്ക് പ്രിലിംസ് ഒക്കെ പഠിക്കുന്ന ലെവലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ കഴിഞ്ഞു, മൗലിക കടമകൾ കഴിഞ്ഞു, ഇവിടെ മൗലിക കടമകളൊക്കെയായി. മാർഗനിർദ്ദേശക തത്വങ്ങൾ അതും എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. പിന്നെ കൂട്ടുകാരായിട്ട് ഞാൻ പറയാൻ വിട്ട കാര്യം, ഈ മേലിൽ കാണുന്ന അവകാശം, കടമ, ദേശീയഗാനം, പതാക, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇത് മാത്രം ദയവ് ചെയ്തിട്ട് പ്രിലിംസിന് പഠിച്ചിട്ട് പോകരുത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗങ്ങൾ ഉണ്ടോ, അതായിരിക്കും PSC ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കാം ഇത്രയല്ലേ ഉള്ളൂ, എന്തൊക്കെ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്താണ്, ഒരു ദിവസം തന്നെ ഇരുന്നാൽ മതിയില്ലേ, ഇത് പഠിക്കാൻ ഒരു ദിവസം പോരെ, മതിയോ, പോരാ. കാരണം എന്താണ്, ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ടോപ്പിക്കുകൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ ആ ടോപ്പിക്കിനെ നിങ്ങളുടെ എടുത്ത് തന്നെ പഠിക്കണം. ഇപ്പൊ ഇതിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ക്ലാസ് ഇട്ടു കേട്ടോ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എന്താ ചെയ്തിട്ടുണ്ട്, NCERT തുല്യതൊക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളും ഇവിടെയൊക്കെ എനക്കാൻ്റെ ടോപ്പിക്കും കഴിഞ്ഞു പോണത് കണ്ടോ. ഇന്ന് നമ്മൾ എടുക്കുന്നത് യൂണിയൻ ലിസ്റ്റ്, ഇതാണ്ടോ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഇതിൽ ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ്, ഇതിന്റെ ഉള്ളിൽ ആള് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. എന്താണ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മാത്രം എന്ത് ചെയ്യണം, നിയമം നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യും, കേന്ദ്രത്തിലുള്ള കാര്യങ്ങൾ, കുറെ വിഷയങ്ങൾ കേന്ദ്രത്തിന് മാത്രം ചെയ്യാനുള്ളത്. പിന്നെ സംസ്ഥാനങ്ങൾ നിയമം നിർമ്മിച്ചിട്ട് സംസ്ഥാനങ്ങൾ മാത്രം എന്ത് ചെയ്യും, ആ വിഷയങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്നെ കേന്ദ്രവും സംസ്ഥാനവും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ ലിസ്റ്റുകൾ ഉണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു ലിസ്റ്റ് ഉണ്ട്, അതുപോലെ ഇനി എന്ത് പറയും, അവശിഷ്ടാധികാരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മനസ്സിലായോ, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് പഠിക്കാം. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അവശിഷ്ടാധികാരം ഉണ്ട്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലെ. അവിടെ നിയമം നിർമ്മിക്കാനുള്ള ആ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾക്ക് ആർക്കാണ് അധികാരം, കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. അപ്പൊ അവിടെ ആ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരായിരിക്കും, അത് യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ സ്റ്റേറ്റ് ലിസ്റ്റ് എത്തുന്ന സമയത്ത്
അവിടെ കുറേ വിഷയങ്ങൾ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട്. അവിടെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആര് തന്നെ ആയിരിക്കും? ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിനുള്ള നിയമം നിർമ്മിക്കുക. ഇനി അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് അല്ലെ? കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? അതിൽ തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ മൂന്നിലും ഉൾപ്പെടാത്തതാണ് എന്തു പറയുന്നത്? അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്? ഇതാണ് നമുക്ക് ലിസ്റ്റിനെ കുറിച്ചിട്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ കൂട്ടുകാർ തീർച്ചയായിട്ടും ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അങ്ങ് അകലെയുള്ള ആൻസറുകളെ തേടി പോകാതെ അടിസ്ഥാനം ഉറപ്പിച്ച് മാത്രം എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കുക. ചിലവർക്കുണ്ട് ഇപ്പൊ ലിസ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് അടിയന്തിരമായി അറിയേണ്ട കാര്യങ്ങൾ പഠിക്കാതെ NCERTയും ഒക്കെ അങ്ങോട്ട് ഹൈ ലെവലിലേക്ക് അങ്ങോട്ട് പഠിച്ചു പോകും. ചോദ്യങ്ങൾ വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ അതിൽ 3 വിഷയവും ആ 3 ഓപ്ഷനും ഏതായിരിക്കും? അടിസ്ഥാനപരമായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ഏതെന്ന് വരുന്നത്? NCERT ബേസ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് 3ഉം അറിയണ്ടടാ. ഇത് 3ഉം അറിഞ്ഞാലല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ 3ഉം അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷനിലൂടെ നമുക്ക് മാറ്റാനായിട്ട് ചില നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതും സാധിക്കാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് വിഷയം നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ച് നല്ല ഊട്ടി ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഒരു വീട് പണി ചെയ്യുന്ന സമയത്ത് തറപ്പണി നേരെ ചെയ്താലല്ലേ മേലേക്ക് ബലം നിൽക്കുള്ളൂ. അതല്ലേ ഇത് സ്ലോ മതി നമുക്ക് കാണുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കാര്യമുണ്ടോ? ഇല്ല, അവിടെ കാര്യമില്ല കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7ാമത്തെ പട്ടികയിലാണ് ഏത് കിടക്കുന്നത്? ലിസ്റ്റുകൾ കിടക്കുന്നത്. എത്രാമത്തെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൾ പ്രീവിയസ് ആണ് കേട്ടോ. ഈ സ്ലൈഡിൽ കാണുന്നത് മുഴുവൻ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ പട്ടികയിലാണ്. എന്താണ്? 7ാമത്തെ പട്ടിക. 7 മറക്കരുത്. 7ാമത്തെ പട്ടികയിലാണ് എന്ത് ചെയ്യുന്നത്? ലിസ്റ്റുകളെ കുറിച്ചിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. പട്ടിക നമ്മൾ പറഞ്ഞു 7. എങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? 246 ആണ് അല്ലെ? 2ന്റെ കൂടെ 4 2 കൂട്ടിക്കേ 4, 4ന്റെ കൂടെ 2 കൂട്ടിക്കേ 6 അല്ലെ? 246 ആർട്ടിക്കിൾ 246ലാണ് ലിസ്റ്റുകളെ കുറിച്ചിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ലിസ്റ്റുകൾ എന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇപ്പോ യൂണിയൻ ലിസ്റ്റിൽ 98 വിഷയങ്ങളുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ പഠിക്കാൻ എന്താണ് അവർക്ക് അധികാരമുണ്ട്? 98 വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം വരുന്നത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എടുക്കുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 വിഷയങ്ങളാണ് ഇപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്നത്. ഓക്കെ, ഈ 59 വിഷയങ്ങളിലും ആര് നിയമം നിർമ്മിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമം നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യും? ലിസ്റ്റുകൾ ആ വിഷയങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിച്ചിട്ട് ആ വിഷയങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും. ഇനി കൺകറന്റ് ലിസ്റ്റിൽ പറയുമ്പോൾ എത്ര വിഷയങ്ങളാണ്? 52 വിഷയങ്ങളാണ് അല്ലേ? അപ്പോ ഓർക്കുക, ഇത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും പഠിക്കുമ്പോൾ ഇവിടെ 5 എന്നുള്ളതാണെന്നുള്ളത് ഓർക്കട്ടെ. ചിലപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് മറക്കില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 5 എന്ന് രണ്ടിലും വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കണക്ട് ചെയ്ത് വെക്കുക. 98 വിഷയങ്ങൾ ഏതിലാണ്? യൂണിയൻ ലിസ്റ്റില് 98, സ്റ്റേറ്റ് ലിസ്റ്റില് 59, പിന്നെ കൺകറന്റ് ലിസ്റ്റില് 52, 5 എന്നുള്ളത് കണക്ട് ചെയ്യും. ഇനി 1976 നമുക്കറിയാം അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയില് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഏതാണ്? ഭേദഗതി ഏതാണ്? 1976 42ാമത്തെ ഭേദഗതിയാണ് അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരുപാട് എന്താ അങ്ങനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഇത് വരാൻ കാരണം? ഇതില് ഈ ഭേദഗതിയിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഭേദഗതി ചെയ്തത് ഏതിലൂടെയാണ്? 1976 42ാമത്തെ ഭേദഗതിയിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റു ഭേദഗതി എന്നൊക്കെ പറയുമ്പോൾ അവിടെ 1-2 വിഷയങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ? ആ ഭേദഗതിയിൽ വരുള്ളൂ. പക്ഷെ 76 42ാം ഭേദഗതിയിൽ അങ്ങനെയല്ല വരുന്നത്. ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർഷവും ഈ 42ാമത്തെ ഭേദഗതിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതിയാണ്? 1976 42ാമത്തെ ഭേദഗതിയാണ്. 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും, യൂണിയൻ ലിസ്റ്റ് അല്ല, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5 വരെ
വെരി ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഈ 5 എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കഴിഞ്ഞ LD ലെവലൊക്കെ ചോദിച്ചത് ഈ ഭാഗത്ത് നിന്നാണ്. 1976 42 ഭേദഗതി പ്രകാരം ഏത് ലിസ്റ്റിൽ നിന്നാണ്, നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് എത്ര വിഷയങ്ങളെ മാറ്റി, 5 വിഷയങ്ങളെ മാറ്റി. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ നോക്കിക്കേ. വാ വെച്ചിട്ട് വരുന്ന 3 ഉണ്ടെന്ന് ആലോചിക്കണം കേട്ടോ. വാ വെച്ചിട്ട് വരുന്നത് 3. ഒന്ന് വനം, പിന്നെ വാ വെച്ചിട്ട് വിദ്യാഭ്യാസം, പിന്നെ വന്യജീവി സംരക്ഷണം, പക്ഷിമൃഗാദികളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ 3 വാ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞേ, വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം. മനസ്സിലായോ? ഇനി അളവ് തൂക്ക് സമ്പ്രദായം. ഇതാണ് അളവ് തൂക്ക സമ്പ്രദായം. പിന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള, അവരില്ല കേട്ടോ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായത്തെ കുറിച്ചിട്ടും പറയുന്നത് ഏതിലാണ്, 1976 42 ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5 അങ്ങനെ ഓർക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാ വെച്ചിട്ട് വരുന്ന 3 ആലോചിക്കുക. വനം, വിദ്യാഭ്യാസം, അളവ് വന്യജീവി സംരക്ഷണം. പഠിച്ചോ? വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം. 3 അളവ് തൂക്ക സമ്പ്രദായം. 4 അളവ് തൂക്ക സമ്പ്രദായം. 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നതും ഇതിലേക്ക് മാറ്റി, ഇപ്പോ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും ഭാഗങ്ങളും ഒക്കെയാണോ, പഠിച്ചതും ഒക്കെയാണോ? എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്രാമത്തെ പട്ടികയിലാണ് പറയും, 7ാമത്തെ പട്ടികയിലാണ്. എത്രാമത്തെ ആർട്ടിക്കിളാണ്, 246. 2 ആഡ് ചെയ്ത് വെക്കേ. 2 2 2 4 6 അല്ലേ? ഏത് രാജ്യത്തിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്? കാനഡയിൽ നിന്നാണ് ലിസ്റ്റുകൾ കടമെടുത്തതെന്ന് മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞേ നോക്കാതെ തന്നെ പറഞ്ഞേ. യൂണിയൻ ലിസ്റ്റിൽ നിന്ന് എത്ര? 98 വിഷയങ്ങള്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്രയാണ്? 59 വിഷയങ്ങള്. കൺകറന്റ് ലിസ്റ്റിൽ എത്രയാണ്? 52 വിഷയങ്ങളാണ്. ഇനി കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ എടുത്തു മാറ്റി. എവിടെ നിന്നും? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും. എത്രാമത്തെ ഭേദഗതിയോട് കൂടിയിട്ട്? 1976 42 ഭേദഗതിയോട് കൂടിയിട്ട്. മനസ്സിലായോ? ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാനാണ് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നത്. എനിക്ക് ഓടിച്ചു വിട്ട് വായിക്കാനൊക്കെ അറിയാം, പക്ഷെ അതല്ല, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിക്കണം. ഞായറാഴ്ച റിവിഷൻ ചെയ്യണം. ഞായറാഴ്ച നമ്മൾ വെള്ളിയാഴ്ച വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശനിയാഴ്ച ഓണം ആയതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച ക്ലാസ് എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പോ വെള്ളിയാഴ്ച വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ക്ലാസ്, ഈ 5 ദിവസം ചെയ്ത് ഫുള്ളും ടോപ്പിക്കും സെറ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ 2 ദിവസം നമ്മൾ ഓണത്തിന്റെ ആ ഒരു ഇതിലൊക്കെ പോകും. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും തിരിച്ച് അതേ ലെവൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വരും കേട്ടോ. വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം. പിന്നെ പറഞ്ഞേ, ഒപ്പം പറഞ്ഞു വരണം കേട്ടോ. ഞാൻ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ടാ പോരാ, ഒപ്പം നിങ്ങൾ പറഞ്ഞു വരണം. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടോ ഞാൻ പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നല്ല. നിങ്ങൾ ഒപ്പം അവിടെ നിന്ന് വായം കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാകുമ്പോൾ സമയത്ത് നമുക്കത് കൂടെ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും, വരാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് നോക്കാം കേട്ടോ. പാർലമെന്റിന് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് അല്ലെ. യൂണിയൻ ഗവൺമെന്റ് പറയുമ്പോൾ എന്താണ്, അവിടെ ആ പാർലമെന്റിന് മാത്രമാണ് നിയമനിർമ്മാണ അധികാരമുള്ളത്. ഏതൊക്കെ വരും? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ഓഹരി വിപണി. പ്രതിരോധം എന്നൊക്കെ പറയുമ്പോഴും വിദേശകാര്യം, റെയിൽവേ ഒക്കെ നമുക്ക് നമ്മുടെ കോമൺ സെൻസോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. തപാൽ, പോസ്റ്റ് ഓഫീസ് പറയുമ്പോൾ നമുക്കറിയില്ലേ, കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ. ടെലിഫോണ്, പോസ്റ്റ് ഓഫീസ്, എയർവേസ്, പ്രധാന തുറമുഖങ്ങൾ, ലോട്ടറി. ഇതാണ് ശ്രദ്ധിക്കാനായിട്ട് അറിയാത്ത പോയിന്റ്. ഇതൊക്കെ നമുക്ക് പിന്നെ എന്താണ്, ഇതൊക്കെ യൂണിയൻ ഗവൺമെന്റ് ആണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ലോട്ടറി ശ്രദ്ധിക്കണം, കേന്ദ്ര ഗവൺമെന്റ് ആണ്. സെൻസസ് അത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏതാണ്? ഒന്ന് ലോട്ടറി വരും. പിന്നെ അന്തർ സംസ്ഥാന കുടിയേറ്റം അത് നമുക്ക് മനസ്സിലാക്കാം, യൂണിയൻ ലിസ്റ്റിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള തീർത്ഥാടനം അത് നമുക്ക് മനസ്സിലാക്കാം, യൂണിയൻ ലിസ്റ്റാണ്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഏതാണ്? ലോട്ടറിയാണ്. ലോട്ടറി ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇനി കസ്റ്റംസ്, തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി ശ്രദ്ധിക്കണം കേട്ടോ. വരുമാന നികുതി, പൗരത്വം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡം, യുദ്ധം, സമാധാനം ഇതൊക്കെ മനസ്സിലാക്കാം. ബാങ്കിങ്, ഇൻഷുറൻസ് ഇതൊക്കെ നമുക്ക് എന്താണ്, റിസർവ് ബാങ്ക്, സേവിങ്സ് ബാങ്ക് ഒക്കെ എന്താണ്, യൂണിയൻ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏതൊക്കെയാണ്? ലോട്ടറിയും അതുപോലെ തന്നെ വരുമാന നികുതിയും ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. ലോട്ടറി അതുപോലെ തന്നെ ഇൻകം ടാക്സ് അല്ലെ, വരുമാന നികുതി ഏതിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. ഇത് രണ്ടും എന്താണ്, ഒരു കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്. ലോട്ടറി കേന്ദ്ര ഗവൺമെന്റ് ആണ്, ലോട്ടറി കേന്ദ്ര ഗവൺമെന്റ് ആണ്. മനസ്സിലാക്കിക്കേ. ഇൻകം ടാക്സ് എവിടെയാണ്? യൂണിയൻ ഗവൺമെന്റിലാണ്.
ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കൂ. സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്രമസമാധാനം ഇല്ലേ, ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ക്രമസമാധാനം വേണം, നല്ലൊരു പോലീസിന് വേണം, നല്ലൊരു ജയില് വേണം. ഇതൊക്കെ വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ചെയ്യണം. ക്രമസമാധാനം, പോലീസ്, ജയില്, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പൊതുജനാരോഗ്യം, കൃഷി, പഞ്ചായത്ത് രാജ്, അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ക്രമസമാധാനം, പോലീസ്, ജയിൽ ശ്രദ്ധിക്കുക. പന്തയം, ചൂതുകളി, തീർത്ഥാടനം, ജലസേചനം, ചരക്കുകളുടെ ഉൽപാദനം, വിതരണം, വിപണികൾ, മേളകള്, അതുപോലെ സത്രങ്ങള്, സൂക്ഷിപ്പുകാര്, പിന്നെ കാർഷിക ആദായ നികുതി, ഭൂനികുതി, വാഹന നികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, വരുമാന നികുതി എവിടെ വന്നു? യൂണിയൻ ലിസ്റ്റിൽ വന്നു അല്ലെ. പക്ഷെ നോക്കിക്കേ, കാർഷികാദായ നികുതിയും ഭൂനികുതിയും കെട്ടിട നികുതിയും വാഹന നികുതിയും ഒക്കെ എവിടെയാണ്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഫിഷറീസ്, ടോള്, ഗ്യാസ് വർക്കുകൾ, ഓക്കെ, ഇതൊക്കെ എന്ത് വരും? സ്റ്റേറ്റ് ലിസ്റ്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. കണക്ട് ചെയ്ത് വെക്കുക. കാണാപ്പാടം പഠിക്കരുത് കേട്ടോ. കാണാപ്പാടം പഠിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളാണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതങ്ങനെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിട്ട് വെക്കുക. അപ്പൊ ക്രമസമാധാനം, പോലീസ്, ജയിൽ, എപ്പോഴും ചോദ്യം വരുന്നതാണ്. പോലീസും ജയിലും എവിടെയാണെന്നുള്ളത് കേട്ടോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്താണ്? സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്കും തീരുമാനിക്കാം നിയമനിർമ്മാണം നടത്താം, പാർലമെന്റിനും തീരുമാനിക്കാം. എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഒന്ന് മനസ്സിലാക്കുക, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റുമാണ് എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നത്? കാനഡയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1974 42 ഭേദഗതിയിലൂടെ 5 വിഷയങ്ങളെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി പറഞ്ഞു അല്ലേ. അപ്പൊ അത് 5 ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അതെവിടെയാണ്? കൺകറന്റ് ലിസ്റ്റാണ്. പിന്നെ അതിന് പുറമെ വരുന്നത് ഏതൊക്കെയാണ്? വർത്തമാന പത്രങ്ങള്, പുസ്തകങ്ങള്, അച്ചടി പ്രസ്, നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, വിവാഹമോചനം, വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വിവാഹവും വിവാഹമോചനവും എന്താണ്? ഒരു കൺകറന്റ് ലിസ്റ്റ് ആണ് അല്ലെ. ഒരു കൺകറന്റ് ലിസ്റ്റ് ആണ്. നമുക്കറിയാം വിവാഹം എന്നൊക്കെ പറയുന്നതിന് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് ആലോചിക്കാം കേട്ടോ. വിവാഹമോചനം, ക്രിമിനൽ നിയമങ്ങള്, ഫാക്ടറികള്, ബോയിലറുകള്, ട്രസ്റ്റികള്, മതസ്ഥാപനങ്ങള്, പിന്നെ നോക്കൂ ബാങ്ക്രപ്റ്റ് കണ്ടോ, ബാങ്ക്രപ്റ്റ്, ഇൻസോൾവൻസി. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഒരുപാട് പ്രാവശ്യം ബേസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത പുതിയ വിഷയങ്ങളുണ്ട്. അതിനനുസരണമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം അല്ലെ. ഇതിന് 3ലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ എന്ത് പറയുന്നു? അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയി അല്ലേ. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് മനസ്സിലാക്കുക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. ഓക്കെ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. 1974 42 ഭേദഗതി പ്രകാരം 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 3 വരുന്നത് അല്ലെ. വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളുടെ ഭരണ സമ്പ്രദായം, പിന്നെ എന്ത് പറഞ്ഞു? അളവ് തൂക്ക സമ്പ്രദായങ്ങളും പറഞ്ഞു. വിവാഹമോചനം, ഇതൊക്കെ നോക്കി വെക്കാട്ടെ. ക്രിമിനൽ നിയമങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി ഈ 3ലും ഉൾപ്പെടാത്ത ഇനിയാണ് എന്ത് പറയുന്നത്? അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. ഈ അവശിഷ്ടാധികാരം ഏതാണ്? അനുച്ഛേദം 248. നമ്മൾ അവിടെ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ഏതിൽ പറഞ്ഞു? 246 പറഞ്ഞു അല്ലെ. അതിന്റെ കൂടെ 2 കൂട്ടിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. 2ന്റെ കൂടെ 2 കൂട്ടി 4, 4ന്റെ കൂടെ 2 കൂട്ടി 6. ഇത് ഏത് വന്നു? ലിസ്റ്റുകൾ വന്നു. ഇനി 6ന്റെ കൂടെ 8 കൂട്ടുക അല്ലെ. 248 വന്നപ്പോ ഏത് വന്നു? അവശിഷ്ടാധികാരത്തെ കുറിച്ചിട്ട് വന്നു. ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം, ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഏതിൽ കിടക്കുന്നു? അവശിഷ്ടാധികാരത്തിൽ കിടക്കുന്നു. അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ് ഏത്? സൈബർ നിയമം. വെരി ഇമ്പോർട്ടന്റ് ആണ്. അവശിഷ്ടാധികാരത്തിന് ഉദാഹരണം ഏതാണ്? സൈബർ നിയമം. ഈ ആശയവും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? കാനഡയിൽ നിന്നാണ് കേട്ടോ. യൂണിയൻ ഗവൺമെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്താണ്? അവശിഷ്ടാധികാരത്തിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? യൂണിയൻ ഗവൺമെന്റ് ആണ്. കൺഫ്യൂഷൻ വരുന്നുണ്ടോ നിങ്ങൾക്ക്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ ഏത് പറഞ്ഞു? കൺകറന്റ് ലിസ്റ്റ്, പിന്നെ എന്ത് പറഞ്ഞു?
അവശിഷ്ട അധികാരം. ഇത് രണ്ടും 246. ഇത് 246. അവശിഷ്ടാധികാരം 248. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡ. അവശിഷ്ടാധികാരം കടമെടുത്തിരിക്കുന്നത് കാനഡ. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ. യൂണിയൻ ലിസ്റ്റ് എത്ര വിഷയങ്ങളാണ്? 98. സ്റ്റേറ്റ് ലിസ്റ്റ് 59. കൺകറന്റ് ലിസ്റ്റ് 52. അവശിഷ്ട അധികാരം സൈബർ നിയമം. മനസ്സിലായോ? സൈബർ നിയമം ഇത്രയും ക്രോഡീകരിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോ യൂണിയൻ ലിസ്റ്റിലെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന്, സ്റ്റേറ്റ് ലിസ്റ്റില് സ്റ്റേറ്റ് ഗവൺമെന്റിന്, കൺകറന്റ് ലിസ്റ്റില് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അവശിഷ്ട അധികാരങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റ്. ഓക്കെ ആണോ? ഇനി ഇത് നമ്മുടെ NCERT-യിൽ കിടക്കുന്നതാണ്. ഇതൊന്നും സത്യം പറഞ്ഞാൽ വായിച്ചാൽ കൂടി മനസ്സിലായില്ല. അവർ അത്രയും അതിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നോക്കുകട്ടെ, ഇതിൽ നിന്നാണ് നമുക്ക് LD ലെവലിലൊക്കെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് നേരത്തെ കുറെ വായിച്ചില്ലേ, അതൊക്കെ ഇതിൽ തന്നെ ഉള്ളത് തന്നെയാണ്. പ്രതിരോധം, ആണവോർജം, നിങ്ങൾ ഇത്തിരി സൂം ചെയ്തിട്ട് കാണണേ, വിദേശകാര്യം, യുദ്ധം, സമാധാനം, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാല്, കമ്പിത്തപാല്, വ്യോമയാനം, തുറമുഖം, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറയില്ലേ കേന്ദ്രീയ ലിസ്റ്റ് ആണെന്നുള്ളത്. സംസ്ഥാന ലിസ്റ്റ് നോക്കൂ. കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വാണിജ്യം, വ്യാപാരം, ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തത് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ അറിയാം, സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്നുള്ളത് അറിയാം. പക്ഷെ ഇവിടെ അവർ കൺഫ്യൂഷൻ വരുന്ന ഭാഗം ചോദിച്ചു. ഏതാണ്? വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, അതൊക്കെ. ഇനി സംയുക്ത ലിസ്റ്റിലാണ് അല്ലെ, കൺകറന്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം, പിന്നെ വനം, ഭാവിച്ചിട്ട് വരുന്നത് വനം, പിന്നെ കൃഷിഭൂമി ഒഴിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ കൈമാറ്റം, പിന്നെ തൊഴിലാളി സംഘടനകൾ ശ്രദ്ധിക്കണം കേട്ടോ. തൊഴിലാളി സംഘടനകൾ കൺകറന്റ് ലിസ്റ്റിലാണ്. തൊഴിലാളി സംഘടനകൾ കൺകറന്റ് ലിസ്റ്റിലാണ്. മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും, ഇതൊക്കെ ഇതിൽ വരും. ഇത് NCERT-യിൽ കിടക്കുന്നതാണ്. ഇനി നമുക്ക് ലിസ്റ്റുകളെ കുറിച്ചിട്ട് NCERT-യിൽ ലിസ്റ്റിന്റെ നമ്മൾ എല്ലാം ഏകദേശം എന്തൊക്കെ മനസ്സിലാക്കണോ ഒരു ലിസ്റ്റിനെ കുറിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി വെച്ചു. ഇനി നമുക്ക് NCERT ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫെഡറലിസം എന്ന് പറഞ്ഞൊരു ലെസൺ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ആ ലെസൺ ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇനി വായിക്കുന്ന ഞാൻ ഇങ്ങനെ വായിച്ചു പോകാം. എവിടെയാണോ പോയിന്റ് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രെസ് ചെയ്തിട്ട് വായിച്ചു പോകും. ഒപ്പം പഠിക്കണം കേട്ടോ. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിൽ നിന്നൊക്കെ ആദ്യം അടിസ്ഥാന ഭാഗങ്ങൾ അതെല്ലാം ഇത്രയും നേരം പഠിച്ചത് മുഴുവൻ ഓർപ്പിക്കണം കേട്ടോ. ഓർപ്പിച്ചിട്ട് മാത്രമേ ഈ NCERT-ക്ക് ഇങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നോക്കിയാലോ. ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇന്ത്യൻ ഭരണഘടന 2 തരത്തിലുള്ള ഗവൺമെന്റുകൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ഒന്ന് രാഷ്ട്രത്തിന് മൊത്തത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റും മറ്റൊന്ന് മേഖലാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റും. അല്ലെ, 2 ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. ഈ 2 ഗവൺമെന്റുകൾക്കും ഭരണഘടനാ പദവിയും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള അധികാരങ്ങളും ഉണ്ടായിരിക്കും. അല്ലെ, കേന്ദ്രത്തിന് കേന്ദ്രതന്റേതായിട്ടുള്ള അധികാരങ്ങൾ, സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള അധികാരങ്ങൾ. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലുള്ള അധികാരങ്ങളെ സംബന്ധിച്ച തർക്കങ്ങൾ ഭരണഘടനാ ചട്ടങ്ങൾക്കനുസരിച്ച് നീതിന്യായ വിഭാഗം പരിഹരിക്കുന്നതായിരിക്കും. എന്താണ് അതിൽ പറഞ്ഞത്? ഇനി രണ്ടും കൂടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തമ്മിൽ എന്തെങ്കിലും അധികാരത്തെ സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായാൽ അവിടെ അത് ആര് പരിഹരിക്കും? കോടതി പരിഹരിച്ചോളൂ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ വരുന്ന വിഷയങ്ങളെ ഭരണഘടന കൃത്യമായിട്ട് വിഭജിച്ചു. ഇല്ലേ, വിഭജിച്ചിട്ടുണ്ട് അല്ലെ. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വിഷയങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങളാണ്. ഈ അധികാര വിഭജനത്തിന്റെ പ്രധാന സവിശേഷത ഭരണഘടനാപരമായി സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളിൽ മേൽക്കൈ കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നതാണ്. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി തരാം, ആ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഭരണഘടനാപരമായി സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളിൽ ആർക്കാണ് അധികാരം? മേൽക്കൈ ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ് അല്ലെ. ഇനി സംസ്ഥാന ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാലും അതിൽ ആരുടെ തീരുമാനങ്ങൾക്കൊപ്പമായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്കായിരിക്കും കേട്ടോ. സംസ്ഥാനങ്ങൾക്ക് ധാരാളം കടമകൾ നിർവഹിക്കാനുണ്ടെങ്കിലും പരിമിതമായ വരുമാന സ്രോതസ്സുകൾ മാത്രമാണ് ഉള്ളത്. കണ്ടോ, സംസ്ഥാനത്തിന് ഒരുപാട് കടമകളുണ്ട്, പക്ഷെ അവരുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? പരിമിതമാണ്.
ഇനി ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറലിസം. ഇന്ത്യൻ ഭരണഘടന ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റിന് രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ഒരു ഭൂഖണ്ഡത്തിന് തുല്യമായ വൈവിധ്യങ്ങളും സാമൂഹിക പ്രശ്നങ്ങളുമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് നമുക്ക് ആവശ്യമെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ വിശ്വസിച്ചിരുന്നു. അതേസമയം തന്നെ ശിഥിലീകരണം തടയുന്നതിനും സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ശക്തമായ കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കിനെ കുറിച്ചിട്ട് ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണമാണ് ഉള്ളത്. 28 സംസ്ഥാനങ്ങളുണ്ട്. എല്ലാ സംസ്ഥാന ഗവൺമെന്റുണ്ടോ ഒക്കെ എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അവിടെ നിലനിൽക്കുന്നത് എപ്പോഴും എന്താണ്? ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാനിത് കുറെ ആ ഭാഗത്തെ ഫുൾ സ്ലൈഡുകൾ ആ ഭാഗത്തെ പോയിന്റുകൾ മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിചാരിക്കും മിസ് കുറച്ച് തന്നിട്ടുള്ളൂ തോന്നുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോൾ ഒക്കെ ചിന്തിക്കും. ഒക്കെ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്താണ്, ഇല്ല അന്ന് വേണമെങ്കിൽ കുറച്ച് അവർ വേണമെങ്കിൽ 4-5 പോയിന്റ് ബോധിപ്പിക്കാൻ വേണമെങ്കിൽ NCERT എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഞാൻ NCERT ആ ലെസണൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ആ ലാസ്റ്റ് സമയത്ത് റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ടെൻഷൻ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിങ്ങനെ വായിച്ചത്. ഞാൻ വായിച്ചു പോകാം കേട്ടോ, ഞാൻ വായിച്ചു പോകാം. നിങ്ങളൊപ്പം എന്ത് ചെയ്താൽ മതി, മനസ്സിരുത്തിയാൽ മതി. എവിടെയാണോ പോയിന്റ് അവിടെ എത്തുമ്പോൾ ഞാൻ എന്ത് പറയാം, ഈ പോയിന്റ് പഠിക്കണം എന്നുള്ളത് പറയാം. അല്ലാതെ നിങ്ങൾ ഇത്രയും ഈ ലെസൺസ് ഫുള്ളും തന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആകണ്ട കേട്ടോ. ഇതൊക്കെ പഠിക്കണം എന്ന് തന്നണ്ട, പോയിന്റ് എത്തുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞോളാം കേട്ടോ. ഇന്ത്യ സ്വതന്ത്രമായ സമ്പത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പ്രവിശ്യകൾക്ക് പുറമെ ഭിന്നിപ്പിച്ചു നിന്നിരുന്ന 500ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ യൂണിയൻ ലയിപ്പിക്കുന്നതിനും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനും ശക്തമായ അധികാരമുള്ള ഒരു ഇപ്പൊ ഇവിടെ ഒന്നും പറയുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ എന്ന് പറയുന്നത് ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫെഡറലിസം ആണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയം തന്നെ നോക്കൂ, ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കിനെ കുറിച്ചിട്ട് ബോധവാന്മാർ. ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പ്രവിശ്യകൾക്ക് പുറമെ ഭിന്നിച്ചു നിന്നിരുന്ന 500ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ യൂണിയനെ ലയിപ്പിക്കുന്നതിനും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനും അറിയാലോ, നമുക്ക് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലേ. അന്ന് ഇന്ത്യ യൂണിയനെ ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുരാജ്യങ്ങളെ നമ്മുടെ ഇന്ത്യ യൂണിയനിൽ ചേർത്തി. കുറെ നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി, കുറച്ച് ഇന്ത്യ യൂണിയനിൽ ചേരാതെ വിട്ടുനിന്ന് സ്വതന്ത്രമായിട്ട് നമുക്ക് അതൊക്കെ നമ്മൾ ഹൈദരാബാദ്, തഞ്ചാവൂര്, കാശ്മീർ ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനില്ല. ഇനി ഈ കോട്ടിങ് ആഡ് ചെയ്താന്നുള്ളത് നോട്ട് ചെയ്യണം, വെക്കണം കേട്ടോ. നോട്ട് ചെയ്യണം, നോട്ട് ഞാൻ ചെയ്യാം, ആ ഭാഗങ്ങൾ നോട്ട് ചെയ്യാം. ഈ സഭയിലെ ബഹുമാന്യരായ അംഗങ്ങളെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാ ഭരണഘടനയുടെയും ചായ്വ് കേന്ദ്രത്തിലേക്കാണ്. പോലീസ് രാഷ്ട്രങ്ങൾ ക്ഷേമരാഷ്ട്രമായി കൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ യൂണിറ്ററി ആയാലും ഫെഡറൽ ആയാലും രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ അത്യധിക ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ എല്ലാതും പവർ ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണെന്ന് ആര് പറയുന്നു? TT കൃഷ്ണമാചാരിയുടെ വാക്കുകളാണ് കേട്ടോ. TT കൃഷ്ണമാചാരി, നാളെ ഒരു കോട്ടിങ് വരുമ്പോ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ആരുടെയാണ്? TT കൃഷ്ണമാചാരിയുടേതാണ്. ഓക്കെ അല്ലോ. ഇനി അഖണ്ഡതയെ കുറിച്ച് ഉത്കണ്ഠ മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമാണെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ വിശ്വസിച്ചിരുന്നു. ദാരിദ്ര്യം, നിരക്ഷരത, സാമ്പത്തിക അസമത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആസൂത്രണവും ഏകോപനവും ആവശ്യമാണ്. അങ്ങനെ അഖണ്ഡതയും വികസനവും ഉയർത്തിയ ഉത്കണ്ഠകളാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് എന്ന ആശയത്തിലേക്ക് ഭരണഘടനാ നിർമ്മാതാക്കളെ നയിച്ചത്. ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പും അതിന്റെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും പാർലമെന്റിന്റെ കൈകളിലാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പും അതിന്റെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും ഒക്കെ ആരുടെ കൈകളിലാണ്? പാർലമെന്റിന്റെ കൈകളിലാണ്. ഒരു സംസ്ഥാനത്തെ വിഭജിച്ചോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തോ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട് കേട്ടോ. ഒരു സംസ്ഥാനത്തെ വേണമെങ്കിൽ വിഭജിക്കാം, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് കൂടെ വേറെ സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കാം. ഇതൊക്കെ ആർക്കാണ് അധികാരം? പാർലമെന്റിനാണ്. പാർലമെന്റിന് ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ പേര് പോലും മാറ്റുവാനോ അധികാരമുണ്ട്. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം, നമ്മൾ കേരളം ഇനിയിപ്പോ കേരളം വേണമെങ്കിൽ മാറ്റണമെങ്കിൽ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. എന്നാൽ ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭകളുടെ കാഴ്ചപ്പാട് ആരായുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രദാനം ചെയ്യുന്നതിലൂടെ ഭരണഘടന സംസ്ഥാനങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, ഓടി വന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഒരിക്കലും കേരളം എന്നുള്ള പേരൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടെ സംസ്ഥാന നിയമസഭകളുടെ കാഴ്ചപ്പാടും കൂടിയിട്ട് ആരായണം? കേന്ദ്ര ഗവൺമെന്റ് നോക്കണം. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിനും എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടന തുല്യ പ്രാധാന്യം, സംരക്ഷണവും താല്പര്യങ്ങളും ഒക്കെ സംസ്ഥാന ഗവൺമെന്റിനെയും സംരക്ഷിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പും അതിന്റെ ഇത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ.
ഇത് ഒന്നാമത്തെ പോയിന്റ് നോക്കി വെക്കുക. സംസ്ഥാനത്തിന്റെ നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ശക്തമായ ഗവൺമെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കി. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അവരുടെ താല്പര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാധികാരങ്ങൾക്കുള്ള വ്യവസ്ഥകളുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് ഫെഡറൽ രാഷ്ട്രീയ സംവിധാനം ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് മാറുന്നത് കാണാം. അടിയന്തരാവസ്ഥയുടെ സമയത്ത് അധികാരങ്ങൾ നിയമപരമായി തന്നെ കേന്ദ്രീകരിക്കപ്പെടുകയും സംസ്ഥാനത്തിന്റെ അധികാരത്തിന് കീഴിൽ വരുന്ന വിഷയങ്ങളിലും നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് കഴിയുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ, ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ യുദ്ധമോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒരു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന വിഷയങ്ങളിൽ എന്ത് ചെയ്യാം? നിയമം നിർമ്മിക്കാൻ ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയും. ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിൽ കുറെ വിഷയങ്ങൾ പറഞ്ഞില്ലേ? ആ വിഷയത്തിലൊക്കെ നിയമം നിർമ്മിക്കാൻ ആർക്ക് കഴിയും? ഇന്ത്യൻ ഗവൺമെന്റിന് കഴിയും. ഇനി നോക്കൂ, സാധാരണ നിലയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഫലപ്രദമായ ധനകാര്യ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുക, ഇപ്പൊ നമ്മൾ തന്നെ ഒരിക്കലും ഒരു ഇതിനെയും ന്യായീകരിച്ചിട്ട് ഞാൻ ഇവിടെ സംസാരിക്കില്ല. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ന്യൂസുകളിലൊക്കെ കേൾക്കുന്നുണ്ട്, ഇപ്പൊ ഈ ഗവൺമെന്റ് അത് കൊടുത്തില്ല, ഈ ഗവൺമെന്റ് ഇത് കൊടുത്തില്ല, അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല, എന്താണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? എന്നിട്ട് എന്ത് ഗവൺമെന്റിനെ പറയും. പക്ഷെ എന്താ നോക്കി ഇവിടെ നോക്കും, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കൂ. വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അവിടെ നിന്ന് ഇത് കൊടുത്താൽ മാത്രം ഇവര് നയങ്ങളൊക്കെ നടപ്പിലാക്കും. നമുക്ക് ഇന്നത് കൊടുക്കാൻ തീരുമാനമൊക്കെ കൊടുക്കാന്ന് പറയണം. അത് ആ കൊടുക്കാന്ന് ഇവരിവിടെ ഒക്കെ തീരുമാനിച്ച് റെഡിയാക്കും. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താൽ മാത്രമല്ല അത് ഇവർക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അവിടെ ഒരു അയവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? അവിടെ പിടിവിട്ടു പോകും. അപ്പൊ മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കും അല്ലെ? പക്ഷെ എന്ത് ചെയ്യും? ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് തരാതിരിക്കണം, അവർ പൂഴ്ത്തി വെക്കുകയാണെന്ന് അപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും എന്ത് ചെയ്യും? അങ്ങനെ തന്നെ പറയും. പക്ഷെ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളെല്ലാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിക്കുന്നു. കണ്ടോ? രണ്ടാമതായിട്ട് ത്വരിതഗതിയിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വികസനത്തിനും ആസൂത്രണം എന്ന മാർഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആവിഷ്കരിച്ചത്. ആസൂത്രണം ഒരു കേന്ദ്രീകൃതമായ സാമ്പത്തിക തീരുമാനമെടുക്കൽ പ്രക്രിയയിലേക്ക് നയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ആസൂത്രണ അങ്ങനെ എവിടെ എത്തി? സാമ്പത്തികമൊക്കെ നിയന്ത്രിച്ചു പോകാനായിട്ട് ഒരു ആസൂത്രണ കമ്മീഷനെ സംസ്ഥാനങ്ങളുടെ വിഭവ വിനിയോഗത്തിന്റെ നിയന്ത്രണവും മേൽനോട്ടവും സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അതിന്റെ വിവേചനാധികാരം ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ? സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ വിവേചനാധികാരം ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായോ? അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് അവിടെ ഭരണം നടത്തുന്നതെങ്കിൽ ആ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യും? അവരുടെ പാർട്ടി ഏത് സംസ്ഥാനത്തേക്കാണോ ഭരിക്കുന്നത് അവർക്ക് മാത്രം എന്ത് ചെയ്യും? ആ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സംഭാവനകൾ പണം നീക്കി വെക്കും. മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യും? പണം അവിടെ കുറച്ചു കൊടുക്കും. അതൊക്കെ എന്താണ്? ഗവൺമെന്റിന്റെ വിവേചനാധികാരമാണ്. കണ്ടോ? സാമ്പത്തിക വിഭവങ്ങളുടെ ഇങ്ങനെയുള്ള വിതരണം പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു എന്ന ആരോപണത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന കാര്യങ്ങളല്ലേ? നമ്മുടെ കേരളത്തിന് പലതും എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് അവിടെ പിടിച്ചു വെക്കുന്നു, എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാതെ വരുന്നു. ജനങ്ങൾ മുഴുവൻ ആരുടെ നേരിട്ട് പോകുന്നു? സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ട് പോകുകയാണ് അല്ലെ? അതിപ്പോ ഏത് ഗവൺമെന്റ് വന്നാലും എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ? അപ്പൊ വിവേചനാധികാരം ആര് ചെയ്യുന്നുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികളല്ലേ, അവർക്കെതിരെയുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരെന്ത് ചെയ്യും? അവഗണിക്കും. ഇനി നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഗവർണർക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയമസഭയെയും പിരിച്ചുവിടാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാവുന്നതാണ്. നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ്? സംസ്ഥാന ഗവൺമെന്റിനെയും നിയമസഭയെയും പിരിച്ചുവിടാൻ കേന്ദ്രത്തോട് ആർക്ക് ശുപാർശ ചെയ്യാം? ശുപാർശ എങ്ങനെയാണ് മലയാളത്തില്? ശുപാർശ അല്ലെ? എങ്ങനെയല്ല മലയാളം കറക്റ്റ് വാക്ക്? ശുപാർശ. ആർക്ക് ചെയ്യാം? ഗവർണർക്ക് ചെയ്യാം കേട്ടോ. കൂടാതെ സാധാരണ സാഹചര്യങ്ങളിൽ പോലും സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ഒരു ബില്ല് കൈവശം വെക്കുവാനോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കാനോ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അല്ലെ, ഗവർണർക്ക് കേട്ടോ. സാധാരണ ഒരു അടിയന്തരാവസ്ഥ സാഹചര്യം ഒന്നും വരണ്ട. സാധാരണ ഒരു സാഹചര്യങ്ങളിൽ പോയിട്ട് പോലും എന്ത് ചെയ്യാം? ഈ സംസ്ഥാന നിയമസഭകൾ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഗവർണർ സൈൻ ചെയ്യണ്ടേ? അത് ആ ബില്ല് കൈവശം വെച്ചുകൊണ്ട് സൈൻ ചെയ്യാതെ തന്നെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഗവർണർക്ക് അധികാരമുണ്ട്. ഇതുവഴി സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് കാലതാമസം വരുത്താനോ പ്രസ്തുത ബില്ലിനെ തന്നെ വീറ്റോ ചെയ്യാനുള്ള അവസരവും ആർക്ക് ലഭിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നു.
ചില സാഹചര്യങ്ങളിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിന്മേൽ ഇതാ ഇവിടുന്ന് വെരി ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ചില സാഹചര്യങ്ങളിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിന്മേൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്തേണ്ടി വരും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന്. സ്റ്റേറ്റ് ലിസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ പഠിച്ചു അവിടെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റിനാണെന്ന് പറഞ്ഞു. അല്ല, അത് സംസ്ഥാന ഗവൺമെന്റിന് തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എന്തുണ്ട്? ആ വിഷയങ്ങളിൽ മേൽ നിയമനിർമ്മാണം ആർക്ക് നടത്താം? കേന്ദ്ര ഗവൺമെന്റിന് നടത്താം. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ചോദ്യങ്ങൾ വരും കേട്ടോ. കേന്ദ്ര ഗവൺമെന്റിനും എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മേലെ നിയമനിർമ്മാണം നടത്താം. രാജ്യസഭയുടെ അംഗീകാരത്തോടെ, ഇവിടെ ലോകസഭയല്ല, ഇത് ശ്രദ്ധിക്കണം കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഇവിടെ രാജ്യസഭയാണ്, ലോകസഭയല്ല. രാജ്യസഭയുടെ അംഗീകാരത്തോടെ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്താവുന്നതാണ്. ചോദ്യം വന്നൂടെ? ലോകസഭയുടെ അംഗീകാരത്തോടെ, ക്യാബിനറ്റ് അല്ലേ ലിസ്റ്റുകളിലൊക്കെ അവരല്ലേ നിയമം നിർമ്മിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം രാജ്യസഭ അല്ല, ലോകസഭയും അല്ല, രാജ്യസഭയുടെ അംഗീകാരത്തോടെ. ശ്രദ്ധിക്കണം കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാന വിഷയങ്ങളിൽ പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമം നിർമ്മിക്കുന്ന സമയത്ത് ആരുടെ അംഗീകാരത്തോടെയാണ്? രാജ്യസഭയുടെ അംഗീകാരത്തോടെ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം ആർക്ക് നടത്താം? കേന്ദ്ര ഗവൺമെന്റിന് നടത്താവുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾക്ക് മുകളിലാണ്. കണ്ടോ, ഭരണഘടന വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾക്ക് മുകളിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാവുന്നതുമാണ്. ഇനി നോക്കൂ, അനുച്ഛേദം 257 1 പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കട്ടോ. ലിസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ 246, 248 അവശിഷ്ടാധികാരം പറഞ്ഞു. 48 കഴിഞ്ഞ് 257 നോക്കൂ. ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യനിർവഹണ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് മുൻവിധിയോട് സമീപിക്കുന്ന രീതിയിലോ ആകരുത്. ഓരോ സംസ്ഥാനവും കാര്യനിർവഹണ അധികാരങ്ങളും ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലാകരുത്. ഓക്കെ, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഒരു സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തക്ക വ്യാപ്തി ഉള്ളതാണ് കേന്ദ്രത്തിന്റെ കാര്യനിർവഹണ അധികാരം. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന് ആരെ നിർദ്ദേശിക്കാം? സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യാം? നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയും. സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആർക്ക് പറ്റും? സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് പറ്റും. അതുപോലെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും ഓരോ നിയമങ്ങൾ നിർമ്മിക്കുന്ന സമയത്തും അതിന്റെ ഒക്കെ കാര്യനിർവഹണങ്ങൾ നടത്തുന്ന സമയത്തും ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ ആകരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കൂ, നമ്മൾ ഈ സിവിൽ സർവീസ് ഉണ്ട് അല്ലെ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് ഒക്കെ ഉണ്ട് അല്ലെ. അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ സംസ്ഥാനങ്ങളിലും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലെ. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്ന സമയത്ത് അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട് അല്ലെ. ഈ സ്റ്റേറ്റ് സർവീസ് പറയുമ്പോൾ സംസ്ഥാന സർവീസിൽ മാത്രം, കേന്ദ്ര സർവീസ് പറയുമ്പോൾ കേന്ദ്രത്തിൽ മാത്രം, അഖിലേന്ത്യ എന്ന് പറയുമ്പോഴോ രണ്ടിലും. അഖിലേന്ത്യ അല്ലെ, ഓൾ ഇന്ത്യ ആണ്. അപ്പൊ എന്താണ്? എല്ലാ ലിസ്റ്റിലും എന്താണ്? എല്ലാ പരിസരത്തും എന്ത് ചെയ്യണം? ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കളക്ടറായിട്ട് ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥനും പോലീസ് കമ്മീഷണറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥനും ആത്യന്തികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. സംസ്ഥാനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരുടെ മേൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ കഴിയില്ല. അപ്പൊ IAS, IPS എന്ന അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് എതിരെ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ ഒന്നും കഴിയില്ല. ഭരണഘടനയുടെ 33, 34 അനുച്ഛേദ പ്രകാരം ശ്രദ്ധിക്കാട്ടോ. ഭരണഘടനയുടെ 33, 34 അനുച്ഛേദ പ്രകാരം കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥന് അയാൾ പട്ടാള നിയമം നിലവിലിരിക്കുന്ന സമയത്ത് എടുത്ത നടപടികളിന്മേൽ പാർലമെന്റ് സംരക്ഷണം നൽകുന്നതായിരിക്കും. ഈ വ്യവസ്ഥകൾ കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സൈനികാധികാര നിയമം നിലവിൽ വന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയിലെ സംഘർഷങ്ങൾ നോക്കാം. അതായത് ഫെഡറൽ വ്യവസ്ഥ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തു ചേരും? സംഘർഷങ്ങൾ വരാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഭരണഘടന സംസ്ഥാനങ്ങളുടെ തനതായ സ്വത്വം അംഗീകരിക്കുമ്പോൾ തന്നെ കൂടുതൽ അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ സ്വത്വം അംഗീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ഭരണനിർവഹണത്തിൽ അവർ കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കും. എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
കാരണം കേന്ദ്ര ഗവൺമെന്റുകൾക്ക് കൂടുതൽ അംഗീകാരം കൊടുക്കുന്നുണ്ട് എങ്കിലും സംസ്ഥാനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടനയോടെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും ഇല്ലേ. അങ്ങനെ സംസ്ഥാനങ്ങൾ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് എന്ത് ചെയ്തു, ഇത് കാരണമായി. കാലക്രമേണ സംസ്ഥാനങ്ങൾ കൂടുതൽ സ്വയം ഭരണവും അധികാരങ്ങളും ആവശ്യപ്പെടാൻ തുടങ്ങി. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കൂടുതൽ എന്ത് ചെയ്തു, പ്രശ്നങ്ങളാക്കി. അറിയാമല്ലേ, നമ്മളൊക്കെ നിത്യേന പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കേൾക്കുന്ന വാക്കുകളാണ്. ഈ സംസ്ഥാനങ്ങളിൽ ഇന്നത് ചെയ്യാൻ പറ്റില്ല, ഈ സംസ്ഥാനങ്ങളിൽ ഇന്നത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾക്ക് ആരാണ് പരിഹാരം കാണുക, കോടതിയായിരിക്കും പരിഹാരം കാണുക. എന്നാൽ സ്വയംഭരണ ആവശ്യങ്ങൾ പോലെയുള്ള കൂടുതൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് സമമായിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ. എല്ലാം പോയിട്ട് കോടതിയിൽ പോയിട്ട് വായിച്ചെടുക്കാൻ എന്താണ് പരിഹാരം നേടാൻ പറ്റില്ല. എന്താണ്, നിയമപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ആണെങ്കിൽ കോടതി എന്ത് ചെയ്യും, അതിന് പരിഹാരം കാണിച്ചു കൊടുക്കാം. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ ചർച്ചകളിലൂടെ മാത്രമേ അതിനെ പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി എന്താണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കാം. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് റിലേഷൻസ് 1950കളിലും 60കളുടെ ആദ്യ പകുതിയിലും 1950 to 60 ഇന്ത്യൻ ഫെഡറലിസത്തിന് അടിത്തറയിട്ടത് ആരാണ്, ജവഹർലാൽ നെഹ്റു. നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. 1950ലും 60കളുടെ പകുതിയിലും വർഷമൊക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിത്തറയിട്ടത് ആരെ എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ കാലഘട്ടത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യമായിരുന്നു. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, പുതിയ സംസ്ഥാനങ്ങളുടെ, ശ്രദ്ധിക്കണേ, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെ സാധാരണഗതിയിലായിരുന്നു. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും എന്തായിരുന്നു, വളരെ നല്ല രീതിയിലായിരുന്നു. പക്ഷെ കേന്ദ്രത്തിന്റെ ധനസഹായത്തോടെ തങ്ങൾക്ക് വികസനം കൈവരിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകിയ സാമൂഹിക സാമ്പത്തിക വികസന നയങ്ങളോട് തികഞ്ഞ ശുഭാപ്തി വിശ്വാസം. അതായത് അന്ന് ആ സമയത്തൊക്കെ എന്ന് പറയുന്ന സമയത്ത് കേന്ദ്രം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സംസ്ഥാനങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളൊക്കെ പല രീതിയിലും പലതും ചെയ്തെടുക്കാൻ ഓരോ സംസ്ഥാനത്തിനും കഴിയുമെന്നൊക്കെ നല്ലൊരു ശുഭാപ്തി വിശ്വാസം ആർക്ക് തന്നെ ഉണ്ടായിരുന്നു, ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തോടുണ്ടായിരുന്നു. അങ്ങനെ 1960കളുടെ മധ്യമായപ്പോ കേന്ദ്രത്തിന്റെ ആധിപത്യത്തിന് തിരിച്ചടി ഏൽക്കത്തക്ക വിധത്തില് നിരവധി സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് പ്രതിപക്ഷ, അന്ന് പറയുമ്പോൾ INCയുടെ ആധിപത്യമായിരുന്നു. അപ്പൊ INCയും അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ, നമുക്കറിയാം അല്ലെ, കോൺഗ്രസ്സുകാരായിരുന്നു അന്നത്തെ കൂടുതൽ ഭരണം എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരണവും അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയൊരു സംസ്ഥാന രൂപീകരണ സമയത്ത് വരുമ്പോൾ രണ്ടും തമ്മിൽ എന്താണ്, പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ ആ സമയത്തൊക്കെ എന്ത് ചെയ്തു, 1960കൾക്ക് ശേഷം ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്തു, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണവും അധികാരങ്ങളും നൽകണമെന്ന ആവശ്യത്തിന് ശക്തി പകർന്നു. യഥാർത്ഥത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്തിയതിന്റെ അനന്തരഫലമായിട്ട് ഇത്തരം ആവശ്യങ്ങൾ വരുന്നു അല്ലെ. ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് ഒരു അഭിപ്രായമായിരിക്കും, ഒരു പാർട്ടിക്ക് നേതാവായിരിക്കും അല്ലെ, എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും അല്ല. അങ്ങനെ പല പല പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരുന്ന സമയത്ത് എന്തായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിച്ച കോൺഗ്രസിന്റെ അത്യാവശ്യ ഇടപെടലുകളിൽ സംസ്ഥാന ഗവൺമെന്റുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളെ കൈകാര്യം ചെയ്യുന്നത് അത്ര അത് ശരിയാണല്ലോ. ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും വലിയ സുഖകരമൊന്നും ആയിരിക്കില്ല അല്ലെ. പക്ഷെ ഒരേ പാർട്ടി ആകുമ്പോൾ എന്താണ്, അങ്ങനെ പരസ്പരം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെ. നല്ല കാര്യങ്ങളാണെങ്കിലും പോലും എന്താണ്, അവർ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഈ പാർട്ടി ഒന്ന് തഴയണം എന്നിട്ടായിരിക്കും ചിന്തിക്കുക. ഈ സവിശേഷ രാഷ്ട്രീയ സാഹചര്യം ഒരു ഫെഡറൽ വ്യവസ്ഥയിലെ സ്വയം ഭരണം എന്ന കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കി. അതാണ് സ്വയംഭരണം എന്നതിലേക്ക് വഴിയൊരുക്കി. കാരണം അന്ന് കേന്ദ്രം എന്താണോ തീരുമാനിച്ച് അത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കും. കേന്ദ്രം എന്താണോ സാമ്പത്തികം കൊടുക്കുന്നത് അത് സംസ്ഥാനം നടപ്പിലാക്കാം. അത് പോരാ, സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, അതത് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്വയംഭരണം കൊടുക്കണം എന്ന് പറഞ്ഞ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ലിസ്റ്റിലേക്കൊക്കെ എത്തുന്നത്. മനസ്സിലായി, ഇത് എവിടേക്ക് എത്തിമാറാണ്, ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് എവിടേക്ക് എത്തുകയാണ്, ലിസ്റ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ കേന്ദ്രങ്ങൾക്ക് കേന്ദ്രങ്ങളുടേതായിട്ടുള്ള ലിസ്റ്റ് കൊടുക്കുക, സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുക. രണ്ടുപേർക്കും കൂടി തീരുമാനിക്കാൻ
പരിഗണിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ സ്വയംഭരണം എന്ന ആശയത്തോട് കൂടിയിട്ട് ലിസ്റ്റുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ 1990കളുടെ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ആധിപത്യം പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും മുന്നണി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങളിലും വിവിധ പ്രാദേശിക ദേശീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു. ഇത് സംസ്ഥാനങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും വൈവിധ്യങ്ങളോട് ആദരവുള്ള പക്വമായ ഒരു ഫെഡറൽ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ടത്തിൽ സ്വയംഭരണത്തിനുള്ള ആവശ്യം ഈ പ്രശ്നം രാഷ്ട്രീയമായിട്ട് കൂടുതൽ ഒരുപാട് പാർട്ടികളും എല്ലാവരും ശക്തമായിട്ട് തന്നെ പറഞ്ഞു സ്വയംഭരണാധികാരം വേണം ഓരോ സ്റ്റേറ്റിനും. അങ്ങനെ സ്വയംഭരണത്തിനുള്ള അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിരവധി സംസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും സ്വയംഭരണത്തെ സംബന്ധിച്ച വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് വിവിധ സംസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. ചിലരുടെ കാഴ്ചപ്പാടില് സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി അധികാര വിഭജനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതുവഴി കൂടുതൽ അധികാരങ്ങളും വളരെ പ്രധാനപ്പെട്ട അധികാരങ്ങളും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണം. ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ചിലർ പറഞ്ഞത് എന്താണ്, കുറച്ച് എന്ത് ചെയ്യുക, അധികാര വിഭജനം അല്ലെ, കുറച്ചൊക്കെ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ട് അധികാരങ്ങൾ പങ്കിട്ട് നൽകുക. നോക്കൂ, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാള്, തമിഴ്നാട്, പഞ്ചാബ്, ശ്രദ്ധിക്കണേ, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, അങ്ങനെ അനവധി അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അനവധി രാഷ്ട്രീയ പാർട്ടികൾ, ഏതൊക്കെ DMK, അകാലിദള്, CPIM, അങ്ങനെ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വയംഭരണ ആവശ്യം ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാർട്ടിക്കാരൊക്കെ മുന്നോട്ട് വെച്ചു. പിന്നെ സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തിന്റെ സ്വന്തമായ ഉറവിടങ്ങളും വിഭവങ്ങളുടെ മേൽ കൂടുതൽ നിയന്ത്രണവും ഉണ്ടായിരിക്കണം അല്ലെ. കുറെ പേര് പറഞ്ഞു എന്താണ്, കൂടുതൽ അധികാരങ്ങളൊക്കെ കുറെ സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുക, അല്ലാതെ കേന്ദ്രത്തിൽ മാത്രം ഒതുക്കി നിർത്തിയത് കൊണ്ടൊന്നും നടക്കില്ല എന്നായിരുന്നു കുറെ വാദിച്ചത്. പിന്നെ കുറെ പേര് എന്ത് പറയിച്ചു, അതായത് വരുമാനം അല്ലെ, കുറെ വരുമാന മാർഗം മുഴുവൻ എവിടെയാണ് എത്തുന്നത്, കേന്ദ്ര ഗവൺമെന്റിലാണ്. അത് പോരാ, അതിന്റെയൊക്കെ ഒരു നിശ്ചിത ശതമാനമൊക്കെ എവിടേക്ക് എത്തിക്കണം, സംസ്ഥാനങ്ങൾ നേരിട്ട് എത്തിക്കുന്നത് പോലെ ആക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആ വരുമാനത്തിനനുസരിച്ചിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യില്ലേ. അങ്ങനെ ഇത് ധനകാര്യ സ്വയംഭരണം എന്ന് അറിയപ്പെടുന്നു. 1977 പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കി. നോട്ടേണ് കേട്ടോ, 1977 അന്ന് പശ്ചിമ ബംഗാളിൽ നമുക്കറിയാം, ബംഗാളില് CPM കോട്ടയായിരുന്നു അല്ലെ. അങ്ങനെ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പുറത്തിറക്കി. തമിഴ്നാടിന്റെയും പഞ്ചാബിന്റെയും സ്വയംഭരണത്തിനുള്ള ആവശ്യത്തിലും ധനകാര്യ സ്വയംഭരണം എന്നത് ഉൾക്കൊണ്ടിരുന്നു. അപ്പൊ അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ത് കൊണ്ടുവരുന്നത്, സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അധികാരം, സാമ്പത്തികം ഒക്കെ എന്ത് ചെയ്യണം, സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുക എന്നത് കൊണ്ടുവന്നത്. ഇനി മൂന്നാമതായിട്ട് സ്വയംഭരണത്തിനുള്ള ആവശ്യം സംസ്ഥാനങ്ങളുടെ ഭരണപരമായ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന നിയന്ത്രണത്തിന്മേലുള്ള നിയന്ത്രണത്തിൽ സംസ്ഥാനങ്ങൾക്ക് അമർഷമുണ്ട്. അതായത് ഒരുപാട് കേന്ദ്ര ഗവൺമെന്റ് കയറിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സംസ്ഥാന ഗവൺമെന്റില് ഒരുപാട് ഭരണ നിയന്ത്രണമൊന്നും വേണ്ട എന്നായിരുന്നു എന്ത് ചെയ്തത്, കുറെ പേര് അഭിപ്രായപ്പെട്ടത്. അപ്പൊ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു നോക്കിക്കേ. അതായത് ഒരുപാട് എന്താണ്, സാമ്പത്തികമായിട്ട് എല്ലാം കേന്ദ്രത്തിൽ തന്നെ പോരാ, സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വരുമാനങ്ങൾ കൊടുക്കുക, അത് കൊണ്ടുവന്നു. പിന്നെ എന്ത് പറഞ്ഞു, ഒരുപാട് നിയന്ത്രണങ്ങളൊന്നും ഭരണ നിയന്ത്രണമൊന്നും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെ മേൽ ചുമത്തരുത്, സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള ഭരണ നിയന്ത്രണങ്ങൾ കൊടുക്കുക. അങ്ങനെ എന്ത് പറഞ്ഞു, അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. അങ്ങനെ നാലാമതായിട്ട് വന്ന അഭിപ്രായം എന്താണ്, സ്വയംഭരണത്തിനുള്ള ആവശ്യം സാംസ്കാരികവും ഭാഷാപരവുമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഹിന്ദി ഭാഷയുടെ മേധാവിത്വത്തിനെതിരെ തമിഴ്നാട്ടിൽ നടന്ന പ്രക്ഷോഭങ്ങളും ഹിന്ദി ഭാഷ, അതായത് എല്ലാവരും ഹിന്ദി ഭാഷ സംസാരിക്കണം എന്നുള്ളൊരു ഇതില് അപ്പോ അതിന്റെ മേധാവിത്വത്തിനെതിരെ എവിടെയാണ് പ്രക്ഷോഭം നടന്നത്, തമിഴ്നാട്ടിൽ നടന്നു കേട്ടോ. അതുപോലെ തന്നെ പഞ്ചാബി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വികസനത്തിന് വേണ്ടിയിട്ടും, അതായത് സംസ്ഥാനങ്ങളാകുമ്പോൾ അതത് ഭാഷയാണല്ലോ, അങ്ങനെ എന്താണ് അതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആധിപത്യം പാടിക്കുക. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും എന്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഭാഷ ഞങ്ങളുടെ സംസ്ഥാനത്ത് വേണം എന്നൊരിതൊക്കെ കൊണ്ടുവന്നു. ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങൾ മറ്റു പ്രദേശങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന ഭീതിയുമുണ്ട്. അപ്പൊ ഹിന്ദി അറിയാത്ത ഓരോ സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ, ഹിന്ദി ഈ സ്റ്റേറ്റുകളിലൊക്കെ ഹിന്ദിയുടെ ആധിപത്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 1960കളിൽ തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നോക്കാം, ഭാഷയുടെ പേരിൽ അടക്കമല്ലേ, എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. എന്നോട് വേറൊരാൾ വന്നിട്ട് ഇന്ന ഭാഷ നിങ്ങൾ ഇനി മൊത്തം സംസാരിക്കണം പറഞ്ഞാൽ പറ്റുമോ? നമ്മുടെ കേരളം മലയാള ഭാഷയാണ്, ഇപ്പൊ മലയാളമാണ്. ഇവിടെ വന്നിട്ട് ഇനി നാളെ മൊത്തം ബംഗാളി ആയിരിക്കണം, ബംഗാൾ ഭാഷയായിരിക്കണം, ഇവിടെ വന്ന് സംസാരിക്കണം പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പൊ അന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലും നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇനി എന്താണ് രാഷ്ട്രപതി ഭരണവും ഗവർണർമാരുടെ പങ്കും? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ എക്കാലത്തെയും വിവാദ വിഷയം ഗവർണർമാരുടെ പങ്കിനെ കുറിച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ?
എന്താണ് ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണർ കൊണ്ട് എന്താണ് ഗവർണറുടെ ഡ്യൂട്ടീസ്? ഗവർണറെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. മിക്ക ഗവർണർമാരും വിരമിച്ച പട്ടാള ഉദ്യോഗസ്ഥരോ സിവിൽ സർവീസുകാരോ തലമുതിർന്ന രാഷ്ട്രീയക്കാരോ ആയിരിക്കും. കൂടാതെ ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഗവർണറുടെ പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഭരണത്തിലുള്ള കൈകടത്തലായിട്ടാണ് കരുതുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന, അതായത് ഗവർണർ എന്ന് പറയുമ്പോൾ എവിടുത്തെ ആളായിരിക്കും? സംസ്ഥാനങ്ങളിലായിരിക്കും. അതിനുപോലും എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് ഭരണം കൊണ്ടുവരികയാണ്, ഒരുപാട് ഈ ഗവർണറെ നിയമിക്കുന്നത് കൊണ്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്രം ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഭരണത്തിലുള്ള കൈകടത്തലായിട്ടാണ് കരുതുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ ഗവർണറുടെ നടപടികൾ കൂടുതൽ വിവാദമാകാറുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. സംസ്ഥാന ഗവൺമെന്റുകളെ കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിയ കമ്മീഷനെ നിയമിച്ചു. ചോദിക്കാറില്ലേ? ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിക്കേണ്ടത് സർക്കാരിയ കമ്മീഷനാണ്. വന്ന വർഷം നോക്കണം കേട്ടോ. 1983 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ, കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചാണ് സർക്കാരിയ കമ്മീഷൻ. ഏത് വർഷം? 1983. ഓക്കെ. ഇനി 1988 ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ആ പാരഗ്രാഫ് വീണ്ടും ഒന്നുകൂടി കൊടുത്തിരിക്കുകയാണ്. 1988 ഈ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. 1983 നിയമിച്ചു. 1988 എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിക്കേണ്ടേ. ഈ റിപ്പോർട്ടിൽ സർക്കാരിയ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നാണ്. കാരണം ആദ്യകാലത്ത് ഗവർണറെ നിയമിച്ചത് എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ഒരാളെ, അങ്ങനെ എന്താണ് വ്യക്തിഗത താല്പര്യങ്ങൾക്ക് എന്ന് തന്നെ പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് എന്താണ്? ഗവർണറുടെ നിയമനം എന്താണ് കക്ഷി രാഷ്ട്രീയം അല്ലെ, രാഷ്ട്രീയം നോക്കിയിട്ട് ആകരുത്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നാണ് സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട്. ഓക്കെ. അപ്പൊ നാളെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്ന് മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ സർക്കാരിയ കമ്മീഷനാണ്. നിലവിൽ വന്നത് 1983 റിപ്പോർട്ട് സമർപ്പിച്ചത് 88 എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കി വെക്കുക. ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും ഇത്രയും വിവാദമുള്ളതാകാൻ ഒരു കാരണം കൂടി എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാകുന്ന അനുച്ഛേദങ്ങളിൽ ഒന്നാണ് അനുച്ഛേദം 356. ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 356. എന്താണ് 356? ഓർമ്മയുണ്ടോ? സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെ. 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെ. 356 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അനുച്ഛേദം. ഈ അനുച്ഛേദം അനുസരിച്ചിട്ടാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. ശ്രദ്ധിക്കണം, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എന്താകും? അവിടെ രാഷ്ട്രപതി ഭരണം വരും അല്ലേ. ശ്രദ്ധിക്കണം, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ 356. ഭരണഘടന അനുസൃതമായി ഭരണം നടത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ വകുപ്പ് സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് ഒരു സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങൾ ഒരു പാർട്ടിയെ കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരാവണ്ണം എന്താണ് ഭരണം നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? രാഷ്ട്രപതി ഭരണം കൊണ്ടുവരിക. അങ്ങനെ രാഷ്ട്രപതിയുടെ പ്രഖ്യാപനത്തിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, രാഷ്ട്രപതിയുടെ ഒരു ഭരണം കൊണ്ടുവരുമല്ലോ. അപ്പൊ രാഷ്ട്രപതിയുടെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്ന സമയത്ത് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. 3 വർഷം വരെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. നോക്കണം, അപ്പോ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ 356. രാഷ്ട്രപതി ഭരണം ഉണ്ടാവേണ്ട കാലാവധി 3 വർഷമാണ്. 3 വർഷമാണ് ഒരു സംസ്ഥാനത്തെ പ്രസിഡന്റിന്റെ ഭരണം ഏർപ്പെടുത്തുക. ഇനി പ്രസിഡന്റ് ഭരണം കൊണ്ടുവരാൻ ആരുടെ അംഗീകാരം ആവശ്യമാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. മനസ്സിലാക്കണം കേട്ടോ. സംസ്ഥാനത്തിലെ ഗവൺമെന്റിനെയും നിയമസഭയെയും പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണെങ്കിലും അവിടെയുള്ള പാർട്ടിയെ പിരിച്ചുവിടാനും അതിനുള്ള നിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യാനും ഒക്കെ അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. ഇത് നിരവധി പ്രശ്നങ്ങൾക്ക്
കാരണമാകുന്നു അല്ലെ. ഇപ്പൊ ഒരു എതിർകക്ഷിയിൽപ്പെട്ട ഒരു ഗവർണർ ആണെങ്കിൽ എന്ത് ചെയ്യും, വേഗം ഈ പാർട്ടിയെ തള്ളിയിടാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കും അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് അതൊക്കെ ഒരു എന്താണ് പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ 1959 നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതുപോലെയും 1959 ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, EMSന്റെ ഭരണകല നല്ല രീതിയിൽ അന്ന് ആ ഭൂപരിഷ്കരണമൊക്കെ കൊണ്ടുവന്ന് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഭൂമി അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് അന്ന് ആ ഗവൺമെന്റിനെ താഴെയിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണല്ലേ. നോക്കൂ, 1959 നിയമസഭയിൽ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇലക്ഷൻ വഴിയിലെ ഭൂരിപക്ഷം വന്ന് ആദ്യത്തെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, EMS ഗവൺമെന്റ്. അങ്ങനെ അന്ന് ആ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് എന്തുകൊണ്ടാണ്? അത് ഗവർണറുടെ വിവേചന അധികാരമായിരുന്നു എന്നത്. 1967 ശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളും അവരുടെ ഭൂരിപക്ഷം പരിശോധിക്കാതെ പിരിച്ചുവിട്ടതുപോലെയുള്ള സംഭവങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഗവർണറുടെ എന്താണ് ഒരു ആധിപത്യമാണ് അവിടെ വരുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചില കേസുകൾ കോടതിയിൽ എത്തുകയും ആ കേസുകളുടെ വിധിന്യായത്തിൽ പ്രസിഡന്റ് ഭരണത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1967 വരെ 356 വകുപ്പ് അപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 67 വരെ. എന്നാൽ 67 ശേഷം നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ അധികാരത്തിൽ, അതായത് കോൺഗ്രസ് പാർട്ടി അല്ലാത്ത ഗവൺമെന്റുകളൊക്കെ എന്ത് ചെയ്തു, ഓരോ സംസ്ഥാനങ്ങളിലും 67 ശേഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കേന്ദ്രഭരണം ആർക്ക് തന്നെയായിരുന്നു? അന്ന് കോൺഗ്രസിന് തന്നെയാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഈ വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്നത് പതിവായി. അതായത് കേന്ദ്രത്തിൽ എന്നും ഈ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു. അപ്പൊ ഈ കോൺഗ്രസ് എന്താ ചെയ്തത്, അവർക്ക് അംഗീകാരമില്ലാത്ത അവരുടെ ഓപ്പോസിഷൻ പാർട്ടി വേറെ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടായിരുന്നു, പലവിധ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഈ വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്നത് പതിവായിട്ടോ. അത് എന്താണ്, ഈ 356 ഉപയോഗിച്ചിട്ട് അന്ന് INC ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അന്ന് INC ഈ 356 വകുപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പല ഇവരുടെ ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടാകുമല്ലോ മറ്റു സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ, അവരെയൊക്കെ പിരിച്ചിടുക ഇതൊരു പതിവായി. മാത്രമല്ല സംസ്ഥാന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഭൂരിപക്ഷം നേടിയ പാർട്ടിയെയോ മുന്നണിയോ അധികാരത്തിലെത്തുന്നത് തടയാനും അവർ ശ്രമിച്ചിരുന്നു. നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ടായിരിക്കും ജനങ്ങൾ അവരെ കയറ്റി അയച്ചിട്ടുണ്ടാകുക, നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പോലും അവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഗവർണറുടെ അധികാരം ഉപയോഗിച്ചിട്ട് ഈ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു, ഇവരെയൊക്കെ എന്ത് ചെയ്തു, താഴേക്കിടാനായിട്ട് ശ്രമിച്ചു. ഉദാഹരണമായിട്ട് 1980-കളിൽ ആന്ധ്രാപ്രദേശിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിട്ടിരുന്നു. 1988-80 കാലഘട്ടത്തില് ആന്ധ്രാപ്രദേശിലും ജമ്മു കാശ്മീരിലൊക്കെ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരുന്നത്. അവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഈ INC പിരിച്ചുവിടുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കണോ? എന്നാലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇരുത്തിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ ആ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു വന്നു. പിന്നെ പുതിയ സംസ്ഥാനങ്ങൾക്കായിട്ട് നമുക്കറിയാം ഓരോരോ വർഷങ്ങളുടെ വ്യത്യാസം ഉണ്ടല്ലേ. എല്ലാ സംസ്ഥാനങ്ങളായിട്ട് ഒരേ സമയത്താണ് രൂപീകരിക്കപ്പെട്ടത് അല്ല. അങ്ങനെ പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഭാഗത്തൊന്നും എന്താണ് അധികം അങ്ങനെ വരുന്ന പോയിന്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ഈ പാരഗ്രാഫ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒന്ന് മനസ്സിലെത്തിയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പഠിക്കാനുണ്ട്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യത്തിലേക്ക് സ്വാതന്ത്ര്യാനന്തരം എന്ത് ചെയ്തു, നമ്മെ എത്തിച്ചു അല്ലേ. അങ്ങനെ 1953 നോട്ട് ചെയ്യുക, 53 ഡിസംബറിൽ രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 ഡിസംബറിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നു. 56-ല് സംസ്ഥാന പുനഃസംഘടനയിലൂടെ ചില സംസ്ഥാനങ്ങൾ നിലവിൽ വരികയും ആ പ്രക്രിയ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ 53 ഡിസംബറിൽ രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പ്രധാന ഭാഷാ വിഭാഗങ്ങൾക്കെങ്കിലും സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തു. 56-ല് പുനഃസംഘടനാ നിയമവും മനസ്സിലാക്കണം. 53, 56 അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത്. ഓരോ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നതും ഒക്കെയാണ് നിലവിൽ വരുന്നത്. അങ്ങനെ 56-ലെ സംസ്ഥാന പുനഃസംഘടനത്തിലൂടെ ചില സംസ്ഥാനങ്ങൾ നിലവിൽ വരുന്നു കേട്ടോ. 1960-ലാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര രൂപീകരിക്കപ്പെട്ടു. നോക്കട്ടോ, 1953-ല് നമ്മൾ പറഞ്ഞു പുനഃസംഘടനാ കമ്മീഷൻ പറഞ്ഞു, 56-ല് പറഞ്ഞു പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു എന്ന് പറഞ്ഞു. 1960-ലാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾ വരുന്നത്, ഗുജറാത്തും
മഹാരാഷ്ട്രയും നിലവിൽ വന്നത്. വർഷം നോക്കണേ, 1960 ഗുജറാത്ത് മഹാരാഷ്ട്ര വരുന്നത്. പിന്നെയോ 1966 പഞ്ചാബും ഹരിയാനയും. 1966 പഞ്ചാബ് ഹരിയാന. 60 ഗുജറാത്ത് മഹാരാഷ്ട്ര, 66 പഞ്ചാബ് ഹരിയാന. പിന്നെ മണിപ്പൂർ, ത്രിപുര, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഇതിനുശേഷം രൂപീകരിക്കപ്പെടുന്നുണ്ടായിട്ടോ. മണിപ്പൂർ, ത്രിപുര, മേഘാലയ ഇതൊക്കെ അറിയാലോ, എവിടെയാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. പിന്നെ 2000 അല്ലേ, 2000 പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദയും ഭരണ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. നോക്കൂ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ വിഭജിച്ച് യഥാക്രമം ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. അപ്പൊ 2000 ഏതൊക്കെ സംസ്ഥാനങ്ങൾ വരുന്നത്? ഛത്തീസ്ഗഡ്. പിന്നെ ഏതാണ്? ഛത്തീസ്ഗഡ് കഴിഞ്ഞ ഉത്തരാഖണ്ഡ്, പിന്നെ ജാർഖണ്ഡ്. ഓക്കെ, ഇത് 3 സംസ്ഥാനങ്ങളും ഗണ്ട്. ഓക്കെ, അപ്പൊ എവിടെയാണ്? 2000 കേട്ടോ നിലവിൽ വരുന്നത്. നോക്കൂ, ഏതൊക്കെ സംസ്ഥാനങ്ങൾ വിഭജിച്ച്, ഈ ഇടയ്ക്ക് നമുക്ക് 2024 ഒരു എക്സാമിന് ചോദിച്ചു ഓർമ്മയുണ്ടോ? ഏതൊക്കെ സംസ്ഥാനങ്ങൾ വിഭജിച്ചിട്ടാണ് ഇന്നത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, മധ്യപ്രദേശ് വിഭജിച്ചിട്ടാണ് ഏത് വന്നത്? ഛത്തീസ്ഗഡ് വന്നത്. മധ്യപ്രദേശിനെ വിഭജിച്ചിട്ട് ഛത്തീസ്ഗഡ് വന്നു. ഉത്തർപ്രദേശിനെ വിഭജിച്ചിട്ട് ഉത്തരാഖണ്ഡ് വന്നു. ഉത്തർപ്രദേശ് വരുന്ന സ്റ്റേറ്റ് നോക്കുക കേട്ടോ. ഉത്തർപ്രദേശിനെ വിഭജിച്ചിട്ടാണ് ഉത്തരാഖണ്ഡ് നിലവിൽ വരുന്നത്. ബീഹാറിനെ വിഭജിച്ചിട്ടാണ് ഏത് വരുന്നത്? ജാർഖണ്ഡ് നിലവിൽ വരുന്നത്. മധ്യപ്രദേശിനെ വിഭജിച്ച് ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശിനെ വിഭജിച്ച് ഉത്തരാഖണ്ഡ്, ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡും നിലവിൽ വന്നു. ഏത് വർഷം? 2000. 1960 ഇതാണ് 1960 പറഞ്ഞത്. ഗുജറാത്ത് മഹാരാഷ്ട്ര. പഞ്ചാബ് ഹരിയാനയോ 1966. 2000 ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും ജാർഖണ്ഡും. വർഷങ്ങളൊക്കെ ആയോ? ഇനി കേരള നിലവിൽ വന്നത് എപ്പോഴാണ്? ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. കേരള നിലവിൽ വന്നത് നമ്മള് വലിയ കാര്യത്തിൽ പഠിച്ചു കേട്ടോ. ചില എക്സാമിനൊക്കെ ഞാൻ അങ്ങനെ പോണ സമയത്ത് കേട്ടോ, നല്ല രീതിയിൽ നമ്മളിവിടുന്ന് ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകുമ്പോഴേക്കും കേരളം നിലവിൽ വന്ന വർഷം. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം നമ്മളിവിടെ അതൊക്കെ മീതെയാണ് ഇവിടെ പഠിച്ചിട്ട് പോയിരിക്കുന്നത്. കേരളം നിലവിൽ വന്ന 1956 നവംബർ 1. ആക്ച്വലി കേരളപ്പിറവിയൊക്കെ ആലോചിക്കേണ്ടി വരും. ഇപ്പൊ എക്സാമിനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യും, 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അറിയുന്നില്ല, അവിടെയാണ് നെഗറ്റീവ് വരുന്നത്. ഇപ്പൊ എക്സാമിന് പോകുമ്പോൾ ദൈവമേ സ്റ്റേറ്റ്മെന്റ് വരണേ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. കാരണം എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ചിട്ട് എലിമിനേഷനിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ 1 വേർഡ് വരുമ്പോൾ അവിടെ കിടന്നിട്ട് എന്താ പറയാ, ഇപ്പൊ എന്താണ് ഏതാ എക്സാം ആണെന്നറിയോ? ഗാന്ധി ബോർഡ് ആണോ ലാബോറട്ടറി, അത് അസിസ്റ്റന്റ്, അതിനൊക്കെ പ്രിലിംസിൽ എല്ലായിട്ടും ഉണ്ടായിരുന്നു. ഫാം വർക്കർ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എക്സാമിന് പോയിട്ട് എന്താണ് കഷ്ടമുള്ള ക്വസ്റ്റ്യന് ആൻസർ ഫുള്ളായിട്ട് അത് ചെയ്തിട്ട് ഒരു തെറ്റുമില്ലാതെ വന്നു. എന്താണ് നമ്മുടെ സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങളോട് തുറന്നു പറയുന്നതിൽ കാര്യമില്ല, എന്റെ സുഹൃത്തുക്കളല്ലേ നിങ്ങള്. നമുക്ക് പറ്റുന്ന തെറ്റ് നമ്മളെല്ലാം ഓക്കെ ആണോ? അല്ല. ഞാനെല്ലാം ഓക്കെ ആണോ? അല്ല. അല്ലെ, നമുക്കും നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ പ്രകാശത്തിന്, അത് സംവഹനം, ചാലനം, വികിരണം ഒക്കെ ഉണ്ടല്ലോ. അവിടെ പോയിട്ട് അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സംവഹനം എഴുതി വെച്ചിട്ട് തോന്നും. സംഭവം അറിയില്ല, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ പ്രകാശം സഞ്ചരിക്കുന്ന വികിരണമല്ലേ. എന്നാൽ അതൊക്കെ മീതെയുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സുഖമായിട്ട് അത് ചെയ്തിട്ട് വന്ന് അത് ശരിയാക്കി. ഇത്രയും സിമ്പിള് ആ ക്വസ്റ്റ്യന്റെ കൂടെ ഒരു 100 പ്രാവശ്യമെങ്കിലും അതിന്റെ മേൽക്കൂടെ ഞാൻ റിവിഷൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അതിവിടെ ചെയ്തു. ഇവിടെ വന്നിട്ട് വികിരണം തെറ്റി. എന്നിട്ട് ഫ്രണ്ട്സ് വിളിച്ചു ചോദിക്കുകയാണ്, ഇതാ എത്ര ടൈറ്റ് ആണല്ലേ ക്വസ്റ്റ്യൻ, എത്ര ടൈറ്റ് നോക്കുക ക്വസ്റ്റ്യൻ. ഞാൻ അതൊക്കെ ചെയ്തു, പക്ഷെ എന്റെ സയൻസ് മാധ്യമത്തിൽ അത് തെറ്റീന്ന്. ഇതാണ് അവസ്ഥ. ഇത് എക്സാമിന് പോകുമ്പോൾ ദൈവമേ സിമ്പിൾ വരരുതേ എന്ന് പറഞ്ഞാൽ പോകണം. ഒരുപാട് സിമ്പിൾ വന്നു കഴിയുമ്പോൾ ഇത് ഫുൾ തെറ്റിക്കേണ്ട ഒരവസ്ഥ. പക്ഷെ മെയിൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ വായിച്ചിട്ട് നമുക്കത് ഉത്തരം, സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഓപ്ഷനിലൂടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ എക്സാമിന് മുമ്പ് ഇപ്പൊ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. അപ്പൊ എന്റെ കയ്യിൽ വന്നൊരു മിസ്റ്റേക്ക് ഞാൻ പറയാൻ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പിന്നെന്താണ്, മഹാരാഷ്ട്രയിലെ വിദർഭ സംസ്ഥാനത്തിനായിട്ടുള്ള അവകാശവാദം ഇതിന് ഉദാഹരണമാണ്. കാരണം ഒരുപാട് സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ മഹാരാഷ്ട്രയിലെ വിദർഭ ഉൾപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ, ഇത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പഠിക്കേണ്ട അന്തർ സംസ്ഥാന സംഘർഷങ്ങള്.
ഇനി എന്തൊക്കെ നോക്കൂ, സ്വയംഭരണത്തിനും വരുമാന സ്രോതസ്സുകൾക്കും വേണ്ടി സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായിട്ട് വിലപേശൽ നടത്തുന്നത് പോലെ സംസ്ഥാനങ്ങൾ തമ്മിലും നിരവധി സംഘർഷങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ എന്തായിരിക്കും ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, അന്തർ സംസ്ഥാന, ഇപ്പൊ ഈ പ്രദേശം ഞങ്ങളുടെ ബാധ്യത, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം മുല്ലപ്പെരിയാറിന്റെ ആണെങ്കിലും തമിഴ്നാട് നമ്മൾ തമ്മിൽ അതിർത്തി നിൽക്കേണ്ടത് അത് അവരുടെയാണ്, ഇത് ഇവരുടെയാണ്. ഇപ്പൊ കർണാടക ഒക്കെ പറയല്ലേ, ഈ ബോർഡറുകൾ എത്തുന്ന സമയത്ത് ഇത് നിങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലില്ലേ, അപ്പൊ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തുണ്ട്, അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് എന്ത് പറയുന്നത് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, വായിച്ചു നോക്കട്ടെ. അതിർത്തി തർക്കങ്ങളാണ് അവയിലൊന്ന്. കണ്ടോ, ചില സംസ്ഥാനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലെ ഭൂപ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പൊ മുല്ലപ്പെരിയാർ അങ്ങനെ ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, അപ്പൊ അതൊക്കെ എന്താണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെയും കർണാടകയും തമ്മിൽ വളരെ കാലമായിട്ട് ബൽഗാം നഗരത്തെ സംബന്ധിക്കുന്ന അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ ഏത് നഗരത്തെ ചൊല്ലിയാണ് തർക്കം എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ്, ബൽഗാം ആണ്. അതുപോലെ തന്നെ മണിപ്പൂരും നാഗാലാൻഡും തമ്മിൽ ദീർഘകാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തർക്കം നിലനിൽക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്ന് ഹരിയാന എന്ന സംസ്ഥാനത്തെ അടിച്ചമർത്തി, അതാ ഈ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ല നിങ്ങൾക്ക്? നമ്മൾ ഈ ഭാഗം എത്തിപ്പെടില്ല, കാരണം എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് അതൊക്കെ പഠിക്കും. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, രാജ്യസഭ അതൊക്കെ പഠിക്കും. പിന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, കേവലവസ്ഥ അതൊക്കെ സെക്ഷൻ ആക്കിയിട്ട് പഠിക്കും. ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് പഠിക്കാതെ പോയി കഴിയുമ്പോൾ എന്താണ്, അവിടെ എത്തിയിട്ട് അത് മാർക്കൊക്കെ പോകും. എന്നിട്ട് പിന്നെ വന്നിട്ട് ഈ ഏരിയ ഒക്കെ വന്നിട്ടുണ്ട്, ഇനി ഈ ഭാഗങ്ങളൊക്കെ പഠിക്കട്ടെ അവർ. അവിടേക്കും PSC ഇവിടത്തെയും കഴിഞ്ഞിട്ട് അടുത്ത ഏതിലേക്ക് ഓടിയിട്ടുണ്ടാവും, വേറെ പാരഗ്രാഫിക്ക് ഓടിയിട്ടുണ്ടാവും. അപ്പൊ ആ എക്സാമും കഴിഞ്ഞു, അയ്യോ ഇതൊന്നും കിട്ടിയില്ല, ഇതൊക്കെ പഠിച്ചിട്ട് പോയതാണ്, ആ പാരഗ്രാഫ് ഒന്നും പഠിച്ചിട്ടില്ല, ഇനി ഞാൻ ആ പാരഗ്രാഫ് പഠിക്കട്ടെ, എന്നിട്ട് ആ പാരഗ്രാഫ് ഒക്കെ പഠിച്ചിട്ട് അപ്പൊ PSC അടുത്ത പാരഗ്രാഫിക്ക് എത്തിയില്ല. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗണം. അപ്പൊ ഇനി സെക്രട്ടേറിയറ്റ് പോയൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഒരു സീറ്റ് പോരെ, ഒറ്റ സീറ്റ് മതി. 2 സീറ്റ് 3 സീറ്റിലൊന്നും പോയിരിക്കില്ലല്ലോ. ഇന്നൊരു ഓഫീസിൽ നാളെ ഒരു ഓഫീസിൽ പോയിരിക്കോ, ഇല്ല, ഇന്നൊരു ഓഫീസിലല്ലേ ഇരിക്കുള്ളൂ, ഒറ്റ സീറ്റില്ലേ വേണ്ടുള്ളൂ. ശ്രദ്ധിക്കാം കേട്ടോ. എല്ലാവരും LD ലിസ്റ്റിൽപ്പെട്ടവരായിരിക്കും ഈ സെക്രട്ടേറിയറ്റ് ഓയിൽ വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഒരു 100 റാങ്കിനുള്ളിൽ നിങ്ങൾ 100 റാങ്കിനുള്ളിൽ നിങ്ങൾ മത്സരിച്ചിട്ട് വെക്കണം, ഉറപ്പാണ്. 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഷെയറിൽ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ട് വേണം കേട്ടോ. ഇനി പഞ്ചാബിൽ നിന്ന് ഹരിയാന സംസ്ഥാനത്തെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അടർത്തിയതെന്ന്, അതായത് വേർപിരിച്ചതെന്ന് 2024 നടന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പഞ്ചാബിൽ നിന്നാണ് കേട്ടോ. പഞ്ചാബിൽ നിന്നാണ് ഹരിയാന എന്ന സംസ്ഥാനത്തെ അടർത്തി മാറ്റിയത് കേട്ടോ. 2 സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടായിരുന്ന അതിർത്തി തർക്കങ്ങൾ മാത്രമല്ല, തലസ്ഥാനമായ ചണ്ഡീഗഡിന് വേണ്ടിയിട്ട് പോലും തർക്കങ്ങൾ കാരണമായിരുന്നു. ചണ്ഡീഗഡ് എന്ന ഈ പട്ടണം ഇപ്പോൾ 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമാണ്. അപ്പൊ അങ്ങോട്ടും വേണ്ട, പഞ്ചാബ് പറഞ്ഞു ചണ്ഡീഗഡ് ഞങ്ങളുടെയാണ് പറഞ്ഞു, ഹരിയാനയും പറഞ്ഞു ചണ്ഡീഗഡ് ഞങ്ങളുടെ വേണ്ട. അപ്പൊ രണ്ടിനും കൂടി തലസ്ഥാനം എന്തായിക്കോട്ടെ, ചണ്ഡീഗഡ് ആയിട്ടെ. അപ്പൊ പഞ്ചാബിന്റെയും ഹരിയാനയുടെ തലസ്ഥാനം ഏതാണ്, ചണ്ഡീഗഡ് ആണ്. 1985 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചാബിന്റെ നേതൃത്വമായിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേർന്നു. ഈ ധാരണ പ്രകാരം ചണ്ഡീഗഡ് പഞ്ചാബിന് കൈമാറേണ്ടതായിരുന്നു. പക്ഷെ ഇതുവരെയും ആ കൈമാറ്റം പക്ഷെ ശരിക്കും ചണ്ഡീഗഡ് ആരുടെയാണ്, പഞ്ചാബിനാണ് കൊടുക്കേണ്ടതെന്നാണ് അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് അഭിപ്രായം പറഞ്ഞത്. പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പഞ്ചാബിന് മാത്രമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ പഞ്ചാബിന് ഹരിയാനയുടെ തലസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നു, ചണ്ഡീഗഡ് സ്ഥിതി ചെയ്യുന്നു. ഇനി അതിർത്തി തർക്കങ്ങൾ വൈകാരികമാണെങ്കിൽ നദീജല തർക്കങ്ങൾ അതിലും രൂക്ഷമായ, അതിർത്തി സ്ഥലത്തിന്റെ പേരിലാണെങ്കിൽ അതിൽ ചെറിയ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ വൈകാരികമാണ് ഏത്, നദീജല തർക്കങ്ങൾ. അതൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കാണാൻ കഴിയുന്ന കാര്യമല്ലേ. അത് സംസ്ഥാനങ്ങളുടെ കുടിവെള്ളവും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെ നേരിട്ട് ബാധിക്കുന്നതാണ്. കാവേരി നദീജല തർക്കത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. ഈ 2 സംസ്ഥാനങ്ങളും കർഷകർ കാവേരി നദീജലത്തെ ആശ്രയിക്കുന്നവരാണ്. നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ട്രൈബ്യൂണൽ ഉണ്ടെങ്കിലും കാവേരി നദീജല തർക്കം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് ഒരു ട്രൈബ്യൂണൽ ഒക്കെ ഉണ്ട്, പക്ഷെ പരിഹരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇപ്പൊ കേസ് എവിടെയാണ്, സുപ്രീം കോടതിയിലാണ്. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഗുജറാത്തും മധ്യപ്രദേശും നർമ്മദ നദീജലത്തെ സംബന്ധിച്ചിട്ടും സമാനമായ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നദീജലം ഒരു സുപ്രധാന വിഭവമായതുകൊണ്ട് തന്നെ അതിന്മേൽ തർക്കം വെള്ളമാണ് അല്ലെ, വിട്ടുകൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ല പ്രശ്നമാണ്. ഇനി എന്തൊക്കെയാണ് പ്രത്യേക വ്യവസ്ഥ നോക്കും. ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായത്തിന്റെ അപൂർവ സവിശേഷതയാണ് ചില സംസ്ഥാനങ്ങൾക്ക് അത് നൽകുന്ന പ്രത്യേക പരിഗണന. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വലിപ്പവും ജനസംഖ്യയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരുടെ പാർലമെന്റിലെ പ്രാതിനിധ്യവും വ്യത്യസ്തമായിരിക്കുമെന്ന് നിയമനിർമ്മാണ സഭ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ചെറിയ സംസ്ഥാനങ്ങൾക്ക് മിനിമം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമ്പോൾ തന്നെ വലിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഈ സംവിധാനം വഴി ലഭ്യമാക്കിയിരിക്കുന്നു. അപ്പൊ ചെറിയ സംസ്ഥാനങ്ങൾക്ക് മിനിമം പ്രാതിനിധ്യം, വലിയ സംസ്ഥാനങ്ങളാകുമ്പോൾ കൂടുതൽ പ്രാതിനിധ്യം. അപ്പൊ ചിലവരെങ്കിലും ഈ ക്ലാസ് കാണുന്നവർ ചിലവരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയാം, എന്താ ലിസ്റ്റ് എടുത്തപ്പോ ഇതൊക്കെ എടുക്കാൻ കാര്യം, ഇതൊക്കെ എന്തിനാ ഈ ഫെഡറലിസ്റ്റ് ഒക്കെ പഠിക്കാൻ കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായത് കൊണ്ടാണ് ലിസ്റ്റുകളിനെ എന്ത് ചെയ്തത്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇത് പഠിക്കണ്ടേ, നമ്മൾ കുറെ ഇരുന്നിട്ട് ലിസ്റ്റ്
പ്രതിരോധം, തപാല്, വിദേശം, പോസ്റ്റ് ഓഫീസ്, യൂണിയനിസ്റ്റ്, പോലീസ്, ക്രമസമാധാനം, ജയില്, സംസ്ഥാന ലിസ്റ്റ്, വിവാഹമോചനം, വനം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്കം, കൺകറന്റ് ലിസ്റ്റ്. എക്സാമിന് പോകും, ക്വസ്റ്റ്യൻ കാണും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ലിസ്റ്റിനെ കുറിച്ച് തന്നല്ലോ പഠിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ആധിപത്യമാണ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ആധിപത്യം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുകയാണ്. അപ്പൊ അതൊന്നും പോരാ. അപ്പൊ എല്ലാതും അധികാരത്തെ കേന്ദ്ര ഗവൺമെന്റ് അധികാരം വിഭജിച്ച് നൽകുക, സംസ്ഥാനങ്ങൾക്ക് അവരുടെ അധികാരങ്ങൾ വിഭജിച്ച് നൽകുക. അങ്ങനെ ഈ ലിസ്റ്റുകളിലേക്കൊക്കെ എത്തിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു സമ്പ്രദായം ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഈ ലിസ്റ്റ് എന്നതിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പറയുന്നത്. പിന്നെ ഇതിന്റെ ഇടയിലൊന്നും എന്ത് ചെയ്യുന്നുണ്ട്, PSC ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭരണഘടന നൽകിയിരിക്കുന്ന എന്താണ്, പൊതുവായിട്ടുള്ള വ്യവസ്ഥകളാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവും ചരിത്രപരമായ സവിശേഷ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിൽ അവർക്ക് പ്രത്യേക വകുപ്പുകൾ നൽകിയിരിക്കുന്നു. ഈ പ്രത്യേക വകുപ്പുകൾ കൂടുതലും നൽകിയിരിക്കുന്നത് ജനസംഖ്യയിൽ ഗണ്യമായ വിഭാഗം ആദിമ ഗോത്രവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അതായത് ഒരുപാട് ഗോത്രവർഗക്കാർ കാണപ്പെടുന്നത് എവിടുത്തെ സ്റ്റേറ്റുകളിലാണ്, വടക്ക് കിഴക്കൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ അതൊക്കെ പറഞ്ഞില്ലേ, അവിടെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയുണ്ട് ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം തുടങ്ങിയവ കേട്ടോ. അതൊക്കെ എന്താണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഈ വിഭാഗങ്ങൾക്ക് അവിടെ സവിശേഷമായ സാംസ്കാരിക തനിമ നിലനിർത്താൻ ഇതുവരെ സഹായിക്കുന്നു. അനുച്ഛേദം 371 എന്നിരുന്നാലും ഈ പ്രദേശങ്ങളിൽ, അതായത് ഈ അനുച്ഛേദം 371 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഈ വിഭാഗങ്ങൾക്ക്, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആദിമ ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രത്യേക സാംസ്കാരിക തനിമ നിലനിർത്താനുള്ള സഹായം നൽകുന്നത് ഏത് അനുച്ഛേദം എന്ന് വെച്ചാൽ 371 മറക്കരുത്. അതുപോലെ പർവ്വത പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളായ വടക്ക് ഭാഗത്ത് നോക്കൂ, ഹിമാചൽ പ്രദേശ്, മറ്റു സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, സിക്കിം, തെലങ്കാന തുടങ്ങിയവയ്ക്കുള്ള പ്രത്യേക വകുപ്പുകളും ഭരണഘടനയിലുണ്ട്. അപ്പൊ ഭരണഘടനയില് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശിനും മറ്റു സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, ഗോവയ്ക്കും ഗുജറാത്തിനും നമ്മൾ പഠിക്കാറില്ലേ, ജമ്മു കാശ്മീർ, സിക്കിം, മഹാരാഷ്ട്ര, ഇതിനുമൊക്കെ എന്തുണ്ട്, പ്രത്യേക ഭരണഘടനാ വകുപ്പ് തന്നെ ഏതിലുണ്ട്, ഭരണഘടനയില് ഉണ്ട്. നമുക്ക് ജമ്മു കാശ്മീരിനെ കുറിച്ച് നമുക്ക് എപ്പോഴും എക്സാമിൽ വരാറുണ്ട് അല്ലെ. ഇന്ത്യൻ ഭരണഘടന പ്രത്യേക പദവി നൽകിയിട്ടുള്ള മറ്റൊരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഏതാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി കൊടുത്ത അനുച്ഛേദം 370. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചതാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ അവസരം ഉണ്ടായിരുന്ന വലിയ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു ജമ്മു കാശ്മീർ. അതായത് അന്ന് ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് ജമ്മു കാശ്മീരിന് ഇന്ത്യക്ക് പോകണോ, പാകിസ്ഥാനിലേക്ക് പോകണോ, ഇങ്ങോട്ട് വരണോ, അങ്ങോട്ട് വരണോ എന്നുള്ളൊരു ചാഞ്ചാട്ടമായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച കുറച്ച് നാളുകൾക്കകം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിന്റെ പേരിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. ആ സാഹചര്യത്തിൽ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ കാശ്മീർ മഹാരാജാവ് ലഭിച്ചു. അന്ന് അപ്പൊ രാജാക്കന്മാരാണല്ലോ. അപ്പൊ കാശ്മീർ മഹാരാജാവ് പറഞ്ഞു, എന്തായാലും കാശ്മീരിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ യൂണിയൻ, പാകിസ്ഥാൻ വേണ്ട, ഇന്ത്യയിലേക്ക് അങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് കാശ്മീർ മഹാരാജാവ് ആ തീരുമാനം മാറ്റിയതാണെങ്കിൽ ഇന്ന് ജമ്മു കാശ്മീർ എവിടെയായനെ, പാകിസ്ഥാനിലായനെ. നമുക്ക് പഠിക്കാണ്ടും കഴിഞ്ഞു. മിക്കവാറും എല്ലാ മുസ്ലിം ഭൂരിപക്ഷ നാട്ടുരാജ്യങ്ങളും പാകിസ്ഥാനിൽ ചേർന്നപ്പോൾ കാശ്മീർ മാത്രം എന്ത് ചെയ്തു, ഒഴിഞ്ഞു നിന്നു. ഈ സാഹചര്യത്തിലാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞത്. ജമ്മു കാശ്മീരിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ, അനുച്ഛേദം 370 പഠിക്കണ്ടേ, ഇന്ന് ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ പഠിക്കണ്ടേ, മനോജ് സിൻഹയല്ലേ, അദ്ദേഹത്തിന് പഠിക്കണ്ടേ. പിന്നെ ജമ്മു കാശ്മീർ പുനഃസംഘടന വന്നില്ലേ 2019 കുറച്ച് ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടന ഭേദഗതി വന്നില്ലേ, ഓഗസ്റ്റ് 2019. എപ്പോഴാണ് നിയമം നിലവിൽ വന്നത്, 2019 ഓഗസ്റ്റ് 5 അല്ലേ, 2019 ഓഗസ്റ്റ് 5 തോന്നുന്നു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതൊക്കെ പഠിക്കാണ്ട് കഴിഞ്ഞില്ലേ. ഓക്കെ, മിക്കവാറും എല്ലാ മുസ്ലിം ഭൂരിപക്ഷ നാട്ടുരാജ്യങ്ങളും പാകിസ്ഥാനിൽ ചേർന്നപ്പോൾ കാശ്മീർ മാത്രം ഒഴിഞ്ഞു നിന്ന്. ആ സമയത്ത് എന്ത് ചെയ്തു, കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടനയിൽ ബൃഹത്തായ സ്വയംഭരണം നൽകി. അങ്ങനെ 370 അനുച്ഛേദ പ്രകാരം കേന്ദ്ര ലിസ്റ്റിലും സംയുക്ത ലിസ്റ്റിലും ഉൾപ്പെടുന്ന വിഷയങ്ങളിലുള്ള നിയമനിർമ്മാണം കാശ്മീരിന് ബാധകമാകണമെങ്കിൽ സംസ്ഥാനത്തിന്റെ അംഗീകാരം ആവശ്യമാണ്. അപ്പൊ അന്ന് എന്ന് പറയുമ്പോൾ അതൊരു നാട്ടുരാജ്യമായിരുന്നു അല്ലെ. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സ്വയംഭരണ അധികാരങ്ങളും ഒക്കെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ജമ്മു കാശ്മീരിനും കൊടുക്കണമെങ്കിൽ ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമാകണ്ടേ, നാട്ടുരാജ്യമായ പറ്റില്ല. അപ്പൊ ഒരു സംസ്ഥാനം ആകണം അല്ലെ. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അവിടെ 3 ലിസ്റ്റുകളിലും കൂടിയുള്ള അധികാര വിഭജനം സ്വാഭാവികമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പക്ഷെ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ കേന്ദ്ര ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് പരിമിതമായ അധികാരങ്ങളെ ഉള്ളൂ. മാത്രമല്ല കേന്ദ്ര ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും പറഞ്ഞിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. ഇത് ജമ്മു കാശ്മീരിന് വലിയ തോതിൽ സ്വയംഭരണം നൽകിയിരുന്നു.
ഇനി എന്തൊക്കെ പഠിക്കാട്ടോ. 370 അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള സ്വയംഭരണം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വയംഭരണമൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ വാക്കാലുണ്ട്, പക്ഷെ ഒന്നും കൂടുതലായിട്ട് ലഭിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജമ്മു കാശ്മീർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രസിഡന്റിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ കേന്ദ്ര ലിസ്റ്റിലെ ഏതൊക്കെ ഭാഗങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമാക്കാമെന്ന് തീരുമാനിക്കാം. പ്രസിഡന്റിന് പിന്നെ എന്തും തീരുമാനിക്കാലോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ കേന്ദ്ര ലിസ്റ്റിലെ ഏതൊക്കെ ഭാഗങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമാക്കാം എന്ന് ആർക്ക് തീരുമാനിക്കാം? രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം എന്നൊരു ഭരണഘടനാ വ്യവസ്ഥയുണ്ട്. ജമ്മു കാശ്മീർ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പുറത്തിറക്കിയ 2 പ്രസിഡൻഷ്യൽ ഉത്തരവ് വഴി കേന്ദ്ര ലിസ്റ്റിലെ ഭൂരിപക്ഷം വ്യവസ്ഥകൾ ഇപ്പോൾ ജമ്മു കാശ്മീരിനും കൂടി ബാധകമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ജമ്മു കാശ്മീരിന് പ്രത്യേകം പതാകയും ഭരണഘടനയും ഉണ്ടെങ്കിൽ പോലും, അപ്പൊ ജമ്മു കാശ്മീരിന് പ്രത്യേക പതാകയുടെ ഭരണഘടന ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ കാശ്മീരിനോടുകൂടി ബാധകമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര കുഴപ്പങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ജമ്മു കാശ്മീർ ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമാണെന്നുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി ഇപ്പോൾ കാശ്മീരിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ജമ്മു കാശ്മീരില് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ കാശ്മീരിന് ബാധകമല്ല. അതുപോലെ തന്നെ 368 വകുപ്പ് അനുസരിച്ചുള്ള ഭരണഘടനാ ഭേദഗതികൾ കാശ്മീരിന് ബാധകമാകണമെങ്കിൽ സംസ്ഥാനത്തിന്റെ അംഗീകാരം ആവശ്യമാണ്. സംസ്ഥാനത്തിന്റെ അംഗീകാരം ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ ഗവൺമെന്റിന് കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ കാശ്മീരിന് ബാധകമല്ല. അതുപോലെ തന്നെ 368 എന്തിനാ പറയുന്നത്? ഭരണഘടനാ ഭേദഗതി അമെന്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. 368 വകുപ്പ് അനുസരിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ ജമ്മു കാശ്മീരിന് ബാധകമാകണമെങ്കിൽ സംസ്ഥാനത്തിന്റെ അംഗീകാരം ആവശ്യമാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാര വിഭജനത്തിൽ തുല്യത ഉണ്ടായിരിക്കണമെന്ന് നിരവധി ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ വായിക്കട്ടെ. അവരുടെ പ്രത്യേക വകുപ്പുകൾ വിഘടനവാദത്തിന് കാരണമായിരിക്കുന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭരണഘടന ഉപയോഗിച്ച് നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയി അങ്ങനെ പല എന്ത് ചെയ്തു, ലിസ്റ്റുകളൊക്കെ നിലവിൽ വന്നു. അപ്പോ ലിസ്റ്റിൽ നമ്മൾ എന്താണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ യൂണിയൻ ലിസ്റ്റ് നമ്മൾ പറഞ്ഞില്ലടാ. നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞത് അധികാരം നിർമ്മിക്കാൻ, അവിടെ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരമുള്ളത് എന്ന് പറഞ്ഞു അല്ലെ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലും ആര് തന്നെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമം നിർമ്മിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കണം, കേന്ദ്ര ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. ഇനി അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റില് സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും കൂടിയിട്ടല്ലേ നിയമങ്ങൾ നിർമ്മിക്കുക. ഇനി ഈ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ച നിയമത്തോട് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, രണ്ടും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഭയങ്കര തർക്കങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്നത് ആരെ തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളെ അവിടെ അപ്രൂവ് ആകുള്ളൂ കേട്ടോ. സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്ക് അവിടെ വില പോവില്ല. മനസ്സിലായോ? അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പവർ ആർക്കാണ് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് പവർ എന്നുള്ളത് മനസ്സിലാക്കി. മനസ്സിലായല്ലോ. പവർ ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ചില സാഹചര്യങ്ങളിലൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് പറയുന്നുണ്ട് സംസ്ഥാനങ്ങൾക്കാണ് നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ ആര് നിയമം നിർമ്മിക്കും? കേന്ദ്ര ഗവൺമെന്റ് നിയമം നിർമ്മിക്കും. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇവിടെ അധികാരം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമവും അവിടെ വില പോകില്ല. അത് ആർക്ക് തന്നെ പവർ? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് പവർ എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ലിസ്റ്റുകൾ എന്തായി? കംപ്ലീറ്റ് ആയി. വീഡിയോ 1.25 മണിക്കൂറായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യണ്ടേ. നമ്മുടെ ഭാരത കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെ കുറഞ്ഞു വരല്ലേ. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്തു വരാം കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കൂട്ടുകാർക്ക് താഴെ അഭിപ്രായം രേഖപ്പെടുത്താം. എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ കേട്ടോ. ഇതുപോലെ ലെങ്തി ക്ലാസ് ആകുമ്പോൾ 2 ക്ലാസ് ഇടാന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ക്ലാസ് ഒക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഏത് ചെയ്യണം? പൗരത്വം ചെയ്യണം അല്ലെ. പൗരത്വം ചെയ്യണം. അതുപോലെ ദേശീയ ഗാനം, ഗീതം അത് ചെയ്യണം. അതൊക്കെ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോ ചെറിയ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 2 ക്ലാസ്സോ 3 ക്ലാസ്സോ ഒക്കെ പരമാവധി തരാൻ നോക്കാം. വലിയ ക്ലാസ് ആകുമ്പോൾ ഒറ്റ ക്ലാസ്സേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും എടുക്കുന്ന രീതിയിലോ എന്തെങ്കിലും പ്രവണത എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ അഭിപ്രായം പറയാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നല്ല രീതിയിൽ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ തീർന്ന് അതേപോലെ വേറൊരു മൊഡ്യൂളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഏതാണ് നമ്മുടെ
ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പകുതിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരിക്കലും ബാക്കോട്ട് ചിന്തിക്കരുത്. അയ്യോ ഞാൻ അന്ന് പഠിച്ചിട്ട് ആണെങ്കിൽ ഇത്രയും പോർഷൻസ് കഴിഞ്ഞു എന്നൊന്നും ഒരിക്കലും അപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം? മാത്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. കറണ്ട് അഫെയർ ഒക്കെ സെലക്ട് ചെയ്തിട്ട് പഠിക്കട്ടെ. ഇരുന്ന് വാരി വലിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ആ LDക്കൊക്കെ എന്തായിരുന്നു കറണ്ട് അഫെയറിനൊക്കെ സമയം ചിലവാക്കിയതിന് ഒരു കണക്കുണ്ടായിരുന്നില്ല. എത്രത്തോളം കറണ്ട് അഫെയർ പ്രതീക്ഷിച്ചിട്ടാ പോയത്? ആകെ 2-3 കറണ്ട് അഫെയർ അല്ലേ? അപ്പൊ സമയത്ത് അവർ അങ്ങനെ കൊല്ലാനുള്ള ദേഷ്യം നമുക്ക് അതിന്റെ പേര്. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് എഫേർട്ട് എടുത്ത് നമ്മൾ GK എഫേർട്ട് എടുത്താണെങ്കിൽ പരമാവധി നമുക്ക് എന്ത് ചെയ്തിട്ടാവും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വരും. പക്ഷെ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോകാണ്ടിരിക്കുക 10-20 മാർക്ക് തന്നാ ഇതിനും വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വാരി വലിച്ച് പഠിക്കാതെ അത്യാവശ്യമൊക്കെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് മാറ്റുക കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. 1.25 മണിക്കൂർ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരുന്ന് ക്ലാസ് എടുപ്പല്ലേ. അപ്പൊ ലാസ്റ്റ് എത്തുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇത്തിരി ഡള്ളായിട്ടുണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി. ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.